ശുശ്രൂഷയ്ക്ക് സഹായമായിട്ട് തബല വായിക്കുന്ന ഷിനു, എല്ലാവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഈ സന്ധിയിൽ വന്ദനം ചൊല്ലുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ തിരുവചനത്തിൽ നിന്ന് അല്പസമയങ്ങൾ നമുക്ക് ചിന്തിക്കണം. കർത്താവ് അനുവദിച്ചാൽ നാളെ പകലും നാളെ വൈകിട്ടും മറ്റന്നാൾ പകലും, അതായത് വെള്ളിയാഴ്ച പകലും ശനിയാഴ്ച പകലും നിങ്ങളോടൊരുമിച്ച് ദൈവത്തെ ആരാധിപ്പാനും കർത്താവിൻ്റെ വചനം ശുശ്രൂഷിപ്പാനുമാണ് കടന്നു വന്നിരിക്കുന്നത്. യാത്രയിൽ കൂടെ ഇരുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്കും കോട്ടയായിരുന്നു. ഇന്ന് രാത്രി എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഇന്ന് രാത്രി നമുക്ക് ശാന്തമായിട്ട് അല്പസമയങ്ങൾ ധ്യാനിക്കാം. അതിന് ദൈവം നമുക്കെല്ലാം വിശേഷ കൃപ നൽകട്ടെ എന്ന് ഞാനും ഈ തരുണത്തിൽ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടിയാണ്. ഇന്ന് രാത്രിയിലെ അല്പസമയത്തെ ചിന്തയ്ക്ക് ആധാരമായി നമുക്ക് വളരെ പരിചിതമായ ഒരു വേദശകലം വായിച്ച് സഹായിക്കണം. ദൈവം അനുവദിച്ചാൽ നാളെ പകലും വൈകിട്ടുമെല്ലാം തിരുവചനം ധ്യാനിപ്പാൻ ദൈവം നമുക്ക് വിശേഷമാകുന്ന കൃപ നൽകട്ടെ എന്ന് ഞാനും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിലെ അല്പസമയത്തെ ചിന്തയ്ക്ക് ആധാരമായി നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. യെശയ്യാ പ്രവചനം 9-ാം അധ്യായം അതിൻ്റെ 6-ാമത് വാക്യം വായിച്ച് സഹായിച്ചാട്ടെ. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. അല്ല, തമിഴ് വായിച്ചു, അത് കഴിഞ്ഞിട്ട് പിന്നെ മലയാളത്തിൽ വായിക്കാം. തമിഴിൽ വായിക്കുന്നവർ കൂടെ ഒരു മൈക്ക് കൊടുത്താട്ടെ. நமக்கொரு பாலகன் பிறந்தார், நமக்கு ஒரு குமாரன் கொடுக்கப்பட்டார். கர்த்தத்துவம் அவர் தோளின் மேல் இருக்கும். அவர் நாமம் அதிசயமானவர், ஆலோசனை கர்த்தர், வல்லமையுள்ள தேவன், நித்திய பிதா, സമാധാന പ്രഭു എനപ്പെടും. ഇനി മലയാളത്തിൽ ഒന്ന് വായിച്ചാട്ടെ. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും. അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ഒരു നിമിഷം കൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാ തലകളും വണക്കി എല്ലാ കണ്ണുകളും അടച്ച് ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല സന്ധ്യയ്ക്കായിട്ട് സ്തോത്രം. കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഇന്ന് രാത്രി ആശീർവദിക്കണം. ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാവർക്കും അനുഗ്രഹപ്രദമാക്കി തീർക്കണം. സന്നിധി ബോധം നൽകുവാൻ ഞങ്ങൾ അവിടുത്തോട് അപേക്ഷിക്കുന്നു. പ്രിയപുത്രനെ ഞങ്ങളിൽ കൂടി മഹത്വപ്പെടുത്തണമേ. ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ അപേക്ഷിക്കുന്ന ഈ പ്രാർത്ഥനയും ദയമൂലം കേൾക്കണം സ്വർഗസ്ഥ പിതാവേ, ആമേൻ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ഒരിക്കൽ കൂടി കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വായിച്ച വേദശകലം ഒരിക്കൽ കൂടി വായിച്ച് സഹായിക്കാം. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ഒരിക്കൽ കൂടി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ.
ദേവകൾ വണങ്ങിടും ദീനദയാലുവേ, ദേവകൾ വണങ്ങിടും ദീനദയാലുവേ, സദയമി നമ്മെ കാക്കും സൽഗുണ സിന്ധുവേ, സദയമി നമ്മെ കാക്കും സൽഗുണ സിന്ധുവേ, ഭജിക്കുക നീ നിത്യം യേശു മഹേശനെ, ഭജിക്കുക നീ നിത്യം യേശു മഹേശനെ, യേശു മഹേശനെ നാഗനിവാസനെ, യേശു മഹേശനെ നാഗനിവാസനെ, ഭജിക്കുക നീ നിത്യം യേശു മഹേശനെ, ഭജിക്കുക നീ നിത്യം യേശു മഹേശനെ, ഭജിക്കുക നീ നിത്യം. മരികയിൽ അവതാരം ചെയ്തോരോ നാഥനെ, മരികയിൽ അവതാരം ചെയ്തോരോ നാഥനെ, മലയതിൽ ബലി ചെയ്ത മർത്യ ശരീരനെ, മലയതിൽ ബലി ചെയ്ത മർത്യ ശരീരനെ, ഭജിക്കുക നീ നിത്യം യേശു മഹേശനെ, ഭജിക്കുക നീ നിത്യം യേശു മഹേശനെ, യേശു മഹേശനെ നാഗനിവാസനെ, യേശു മഹേശനെ നാഗനിവാസനെ, ഭജിക്കുക നീ നിത്യം യേശു മഹേശനെ, ഭജിക്കുക നീ നിത്യം യേശു മഹേശനെ. യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 6-ാമത് വാക്യമാണ്. വളരെ പരിചിതമായ ഒരു വേദശകലമാണ്. ഇന്ന് രാത്രിയിലെ ദൈവവചന ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിച്ചത്. ഒന്നുകൂടെ ആ വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും, ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും, അവൻ അത്ഭുത മന്ത്രി, അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, വീരനാം ദൈവം, നിത്യപിതാവ്, നിത്യ പിതാവ്, സമാധാന പ്രഭു എന്ന് സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും. വേദപുസ്തകം വായിക്കുന്ന, പഠിക്കുന്ന, ധ്യാനിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഈ വാക്യം വായിച്ചപ്പോൾ ഇതാരെ പറ്റിയാണെന്ന് നന്നായിട്ട് ബോധ്യപ്പെട്ടു. ഈ വാക്യത്തിൽ പരാമർശിക്കപ്പെടുന്ന വ്യക്തി നമുക്കറിയാം. ആരാ? കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി. നമ്മുടെ കർത്താവാകുന്ന മിശിഹാതമ്പുരാൻ ജനിക്കുന്നതിന് ദീർഘവർഷങ്ങൾക്ക് മുമ്പ് പ്രവചനാത്മാവിൽ പ്രവചനക്കുന്നിൽ കയറി ക്രിസ്തുവിന്റെ തിരുപ്പിറവി ദർശിച്ച് പ്രവചിച്ച പ്രവചന സൂക്തമാണ് ഇന്ന് രാത്രി ഇവിടെ പൊതുവിൽ വായിച്ചു കേട്ടത്. അതെ, നമുക്കറിയാം ഈ വേറെ പുസ്തകത്തെ 2 ഭാഗങ്ങളായിട്ടാണ് സാധാരണ നമ്മൾ പഠിക്കുന്നത്. ഒന്ന് പഴയ നിയമവും, 2 പുതിയ. തമിഴിൽ എങ്ങനെയാ പറയാൻ? അതാ ഏർപ്പാടാ. എനിക്കതാ തമിഴ് ഇഷ്ടമാണ്. തമിഴിലെ പ്രയോഗമൊക്കെ നല്ലതാണ്. എങ്ങനെയാ ഒന്നുകൂടെ പറഞ്ഞേ? പഴയ ഏർപ്പാടും പുതിയ ഏർപ്പാടും. എനിക്കും അങ്ങ് തമിഴ് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അപ്പൊ ഇത് 2 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ സാധാരണ തരംതിരിച്ച് പഠിക്കുന്നത്. പഴയ നിയമവും പുതിയ നിയമവും. മലയാളത്തിൽ, തമിഴിൽ പഴയ ഏർപ്പാടും പുതിയ ഏർപ്പാട്. ഞാൻ ഇനി അങ്ങനെ പറയുന്നുള്ളൂ. ഉൽപ്പത്തി പുസ്തകം മുതൽ മലാഖി വരെയാണ് പഴയ ഏർപ്പാടുകൾ. പുതിയ
പുതിയ ഏർപ്പാടാണ് മത്തായി സുവിശേഷം മുതൽ വെളിപ്പാട് പുസ്തകം വരെ. അങ്ങനെ മൊത്തത്തിൽ 66 പുസ്തകം. പിന്നെ വലിയ വിവരമില്ലാത്ത ആൾക്കാർ കുറച്ച് പുസ്തകം കൂടി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അവത്തങ്ങളെ കാണുമ്പോഴും അറിയാം ആ ചേർത്തതിൻ്റെ അപാകതയല്ല. അവർ കൂടുന്നിടത്ത് നോക്കുമ്പോഴും അറിയാം ഈ ചേർത്തതിൻ്റെ അപാകത അവിടെ കാണുന്നു. നടന്നു പോകുമ്പോഴും അറിയാം ആവശ്യമില്ലാത്തതില്ല ഇതിനെ ചേർത്തതാ ഈ പരുവക്കേട്. എന്നാൽ സത്യവേദ പുസ്തകം 66 പുസ്തകം. ഇതുപോലെ സത്യമായ വേറെ ഒരു ഗ്രന്ഥമില്ല. ബാക്കി മിക്കതിനകത്തും അബദ്ധങ്ങളും അക്കടി പറ്റിയതും അമ്മുമ്മക്കഥയും കിഴവിക്കഥയും ഉമ്മാക്കിക്കഥയും കെട്ടുകഥയും അതിശയോക്തിയും ഇല്ലാത്തതും പൊല്ലാത്തതും പൊളിവചനമെല്ലാം എഴുതി വച്ചിരിക്കുക. എന്നാൽ ഇത് മാത്രമാണ് സത്യം. സ്തോത്രം. ആകാശവും ഭൂമിയൊക്കെ മാറിപ്പോയാലും ഇതിന്റെ വള്ളിക്കും പുള്ളിക്കും മാറ്റം വന്നിട്ടില്ല, വരത്തുമില്ല. ഇത് പ്രമാണിക്കുന്നവർക്കെല്ലാം അനുഗ്രഹമാണ്. ദൈവത്തിന് മഹത്വം. തന്നിലും മധുരം വേദമല്ലതിന്നേതുണ്ടു ചൊല്ലോഴ. തന്നിലും മധുരം വേദമല്ലതിന്നേതുണ്ടു ചൊല്ലോഴ. നീ സശ്രദ്ധം ഇതിലെ സത്യങ്ങൾ വായിച്ച് ധ്യാനിക്കുകൻ തോഴ. നീ സശ്രദ്ധമിതിലെ സത്യങ്ങൾ വായിച്ച് ധ്യാനിക്കുകൻ തോഴ. നമുക്ക് അതിനകത്ത് ഹാർമോണിയം കയറ്റാൻ പറ്റുമോ? അതാ നല്ലത്. മറ്റേതങ്ങ് വേണ്ട. നമ്മുടെ പാട്ടിന് അത് വേണ്ട. ഹാർമോണിയം അതും ഞാൻ പാടുന്നതിന് താഴെ നിൽക്കാവുള്ളൂ, മേളിൽ കയറി പിടിക്കരുത്. തന്നിലും മധുരം വേദമല്ലതിന്നേതുണ്ടു ചൊല്ലോഴ. തന്നിലും മധുരം വേദമല്ലതിന്നേതുണ്ടു ചൊല്ലോഴ. നീ സശ്രദ്ധം ഇതിലെ സത്യങ്ങൾ വായിച്ചു ധ്യാനിക്കുകൻ തോഴ. നീ സശ്രദ്ധം ഇതിലെ സത്യങ്ങൾ വായിച്ചു ധ്യാനിക്കുകൻ തോഴ. അപ്പൊ ഇതുപോലെ സത്യമായ വേറെ ഒരു പുസ്തകമില്ല. ഞാൻ എല്ലാ ഇടങ്ങളിലും പറയുന്ന കാര്യം ഇവിടെ ഒന്നുകൂടെ പറയാം. ഇതെടുക്കാനിടയാകുക തന്നെ വലിയ ഭാഗ്യമാണ്. ഇത് എടുത്തുകൊണ്ട് നെടുകയും കുറുകയും നടക്കുന്നതാ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഇത് വായിക്കാനും ധ്യാനിക്കാനും ഇതിനകത്തെ തിരുവചനങ്ങൾ ശ്രവിപ്പാനും ശ്രദ്ധിക്കുവാനും അനുസരിക്കുവാനും ആചരിക്കുവാനും ഈ ഭൂമിയിൽ ദൈവം നമുക്ക് നൽകിയ വിലപ്പെട്ട അവസരങ്ങൾ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തോണം. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതായ ഈ പുസ്തകം വന്നതാ നമുക്കെല്ലാം രക്ഷയുണ്ടായത്. പണ്ട് അയിത്തമൊക്കെ ഉള്ള കാലത്ത് വഴി നടക്കാനൊക്കത്തില്ല, സ്ത്രീകൾക്ക് മാറുമടക്കാനൊക്കത്തില്ല, തെരുവിൽ കൂടെ നടക്കാനൊക്കത്തില്ല, എല്ലാവരും ചെല്ലുന്ന ചന്തയിലൊന്നും ചെല്ലാനൊക്കത്തില്ല, പള്ളിക്കുടുത്തി കയറ്റുകയില്ല, വിദ്യ അഭ്യസിക്കുവാൻ അനുവദിക്കത്തില്ല. അതിനെല്ലാം മാറ്റം വരുത്തിയത് ഈ സുവിശേഷം വന്നതുകൊണ്ട്. നേരും ചൊവ്വനും തുണി കൊടുക്കാൻ പഠിപ്പിച്ചത് സുവിശേഷം വന്നതുകൊണ്ട്. സ്തോത്രം. ഞാൻ ആ ഭാഗത്തേക്ക് ഇന്ന് പോകുന്നില്ല. അപ്പോൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഈ പുസ്തകമാണ് സത്യവേദ പുസ്തകം. ഇതിലെ പ്രതിപാദ്യ വിഷയം എൻ്റെ ശൈലി പറയാം, നിങ്ങൾക്കും അറിയാം, രക്ഷയെന്നുള്ളത്. മനുഷ്യവർഗത്തിന്റെ രക്ഷ. പ്രതിപാദ്യ പുരുഷൻ രക്ഷകനാകുന്ന യേശു ക്രിസ്തു. ഇതാണ് ഇതിലെ മെയിൻ വിഷയം. അപ്പോൾ പ്രധാനപ്പെട്ട വിഷയം രക്ഷയും പ്രതിപാദ്യ പുരുഷൻ കർത്താവാകുന്ന യേശു ക്രിസ്തു. പിന്നെ ഞാൻ ദൈവദാസന്മാരോടെല്ലാം ഒരു അപേക്ഷ, നിങ്ങൾ സന്തോഷിച്ചും എന്നോട് യോജിച്ചും ഒക്കെ ഇരിക്കണം. നിങ്ങളിങ്ങനെ മസിൽ പിടിച്ചിരിക്കരുത്.
സ്തോത്രം. അപ്പം പിന്നെ ഞാൻ തിരിഞ്ഞു നിന്ന് പ്രസംഗിക്കേണ്ടി വരും. അപ്പം നിങ്ങളെപ്പോലെ ഒരുവനാ ഞാൻ. എന്നേക്കാൾ പ്രായമുള്ള, പക്വതയുള്ള, ശുശ്രൂഷയിൽ പഴക്കമുള്ള, നിങ്ങൾക്ക് നല്ല വചനതിട്ടം ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇന്ന് നിങ്ങൾ മസിൽ പിടിച്ച് മുഖമൊന്നും വീർപ്പിച്ചു. കാരണം ഇത് ലൈവ് പോകുന്നതാണ്. പിന്നീട് ആൾക്കാർ ചോദിക്കും, ആ അരിശം കയറിയിരുന്ന ഉപദേശം ഏതാന്ന് ചോദിക്കും. അപ്പം അതിന് നിങ്ങൾ ഇടവരുത്തരുത്. നമുക്ക് ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. നിങ്ങളെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. അപ്പം ഇനി ഞാൻ ഇടയ്ക്ക് പുറകോട്ട് തിരിഞ്ഞ് നോക്കാൻ വരുത്തരുത്. ദൈവത്തിൻ്റെ മഹത്വം. ഞാൻ നിങ്ങളുടെ അനുവാദത്തോടെ പിന്നെയും തിരിയുക. നിങ്ങൾ നോക്കിക്കോണം ഇവർ മസിൽ പിടിച്ച് അരിശം കയറി വല്ലോ ഇരിക്കുകയാണോ എന്ന്. അപ്പോൾ ഒന്ന് കൈ പൊക്കിയാൽ മതി, ഞാൻ അന്നേരം പുറകോട്ട് തിരിഞ്ഞോളാം. നമുക്കൊന്നിച്ച് ദൈവത്തെ ഉയർത്തണം. അപ്പോൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതായ പുസ്തകമാണ് സത്യവേദ പുസ്തകം. അതില് പഴയ ഏർപ്പാടിനകത്ത് പ്രാരംഭത്തിൽ 5 ഗ്രന്ഥങ്ങളാ. മോശയുടെ പഞ്ചഗ്രന്ഥം. അത് ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട് പുസ്തകം, ലേവ്യ പുസ്തകം, സംഖ്യാ പുസ്തകം, ആവർത്തന പുസ്തകം. 5 ഗ്രന്ഥങ്ങളാണ്, 5 പുസ്തകം. ഇപ്പം നിങ്ങൾക്ക് ദൈവദാസന്മാർക്കും ദൈവകുഞ്ഞുങ്ങൾക്കെല്ലാം ഞാൻ ഇപ്പം പറയുന്ന കാര്യമെല്ലാം അറിയാം. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അറിവിനായി ഇപ്പം പറയണം. കാരണം ഇത് പല ആൾക്കാർ എന്നെയും വിളിക്കും, എൻ്റെ കൂടെയുള്ളവരെയും പരിചയക്കാരെ വിളിക്കും, ഞങ്ങൾക്കത് മനസ്സിലായി എന്ന് പറയും. അറിയത്തില്ലായിരുന്നിത്. അപ്പം പെന്തിക്കോസുകാർ മാത്രമല്ല ഇത് കാണുന്നത്, അക്രൈസ്തവരും നിരീശ്വരവാദികൾ പോലും ഇത് കാണുന്നുണ്ട്. അപ്പം അവരുടെ അറിവിന് വേണ്ടിയാ ഇത് ഈ നിലയിൽ പറയുന്നത്. നമുക്ക് നാളെ പകല് ഇതിനകത്ത് യോഗമുണ്ട്. ഇതിനകത്തല്ലേ നമ്മുടെ യോഗം? അപ്പം അതിൻ്റെ പരുവത്തിന് ഞാൻ പകല് തരാം. അപ്പം വൈകിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ. അപ്പം അങ്ങനെ പ്രാരംഭത്തിൽ മോശയുടെ പഞ്ചഗ്രന്ഥം, ഉൽപ്പത്തി പുസ്തകം മുതൽ ആവർത്തന പുസ്തകം വരെ. ഈ പഞ്ചഗ്രന്ഥത്തിലെ വിഷയങ്ങൾ ഓടിച്ചു പഠിച്ചാൽ ഉൽപ്പത്തി പുസ്തകം സകലത്തിൻ്റെ ഉൽപ്പത്തിയാണ്, എല്ലാത്തിൻ്റെ ഉൽപ്പത്തി. അതുകൊണ്ടാണ് ഇതിന് ഉൽപ്പത്തി എന്ന പേര് തന്നെ കൊടുത്തിരിക്കുന്നത്. തമിഴിൽ എങ്ങനെ? ആദിയാഗമം. ആദി, അത് തന്നെ മലയാളം ആദി, ഉൽപ്പത്തി. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം സകലത്തിൻ്റെ ഉൽപ്പത്തി, സകലത്തിൻ്റെ ആദിയാ. ലോകോൽപത്തി, മനുഷ്യോൽപത്തി, മൃഗോൽപത്തി, ജലോൽപത്തി, പ്രപഞ്ചോൽപത്തി എന്ന് വേണ്ട സകലത്തിൻ്റെ ഉൽപ്പത്തി ഈ പുസ്തകത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 5 ദിവസം കൊണ്ട് ഭൂചര കേചര വസ്തുക്കളെ മുഴുവൻ ദൈവം സൃഷ്ടിച്ചു. 6-ാമത്തെ ദിവസം ദൈവം മനുഷ്യനെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ചു. അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി. അങ്ങനെ മനുഷ്യ സൃഷ്ടി നടത്തി. തദനന്തരം ആദമിന് ഒരു ഗാഠനിദ്ര, ദീർഘനിദ്ര വരുത്തി. നമുക്കറിയാം, ആദമിന്റെ പാർശ്വഭാഗത്ത് നിന്ന് ഒരു വാരിയലെടുത്ത് ഹവ്വായെ സൃഷ്ടിച്ച് ആദമിന് കൊടുത്തു. ആദാം ഉറക്കമുണർന്ന് ഹവ്വായെ കണ്ടു. അത്ഭുത ഭയപരവശനായി പോയെന്ന്. എന്നിരുന്നാലും രണ്ടുപേരെയും ദൈവം തോട്ടത്തിലാക്കി. ചില കാര്യങ്ങൾ കർക്കശമായിട്ട് രണ്ടുപേരോടും പറഞ്ഞു. എന്തൊക്കെയാ പറഞ്ഞത്? ഉറക്കെ പറ. എന്തോ ഒന്നും പറഞ്ഞില്ലേ? ഇവരോട് കർക്കശമായിട്ട് 3-4 കാര്യം പറഞ്ഞു. എന്തുവാ? ഒന്ന് പറഞ്ഞേ. നിങ്ങൾ നമുക്ക് പോകണ്ടേ? 9 1 തോട്ടത്തിൽ വേല ചെയ്യണം. 2 തോട്ടം കാക്കണം. 3 സകലത്തെയും അടക്കി ഭരിക്കണം. 4 സന്താന പുഷ്ടിയുള്ളവരായി ഈ ഭൂമിയിൽ പെറ്റ് പെരുകി നിറയണം. അതിമുതൽ കുലത്തെ ആണും പെണ്ണുമായി നിർമ്മിച്ചോ. അതിമുതൽ കൻപേതരിച്ചോൻ കുലത്തെ ആണും പെണ്ണുമായി നിർമ്മിച്ചോ. നിധി വരം 4 മുരച്ചാൻ പെറ്റു
പെരുകി മന്നിടം വാഴ്കന്നരുൾ ചെയ്ത നീതി വരം നാലു മൂരജാൻ പെറ്റു പെരുകി മന്നിടം വാഴ്കന്നരുൾ ചെയ്ത. അപ്പൊ 4 കാര്യം കർക്കശമായി ദൈവം പറഞ്ഞു. അതിലെടുത്ത് പറയത്തക്ക ഒരു വിഷയമാണ് തോട്ടം കാക്കണം. തോട്ടം കാക്കണം. ഈ കാക്കണം എന്ന് പറയാൻ കാര്യം ആരോ ഒരുത്തൻ ഇതിനകത്ത് കയറാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ടല്ലേ കാക്കണമെന്ന് പറഞ്ഞത്. എന്തിനേറെ വിഷയമല്ലാത്തത് കൊണ്ട് വിവരിക്കുന്നില്ല. തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിന് കൃത്യവിലോപം ചെയ്ത് ഈ തോട്ടം ആദാം കാത്തില്ല. അതുകൊണ്ടാ തോട്ടത്തിൽ പാമ്പ് കയറി. എന്തിനേറെ പാമ്പ് അമ്മാമ്മയുടെ അടുക്ക വന്ന് അമ്മാമ്മയും പാമ്പുമായിട്ട് വളരെ ലോഹ്യമായി. അമ്മാമ്മ പാമ്പിന് ഫോൺ നമ്പർ കൊടുത്തു, പാമ്പ് അമ്മാമ്മയ്ക്കും ഫോൺ നമ്പർ കൊടുത്തു. മിക്ക ദിവസങ്ങളിലും പാമ്പ് അമ്മാമ്മയ്ക്ക് മിസ് കോൾ അടിക്കും. അമ്മാമ്മ ആദാമില്ലാത്തമ്മ തിരിച്ച് നിങ്ങൾക്കൊന്നും അറിയാൻ മേല. അമ്മാമ്മയും പാമ്പും. പാമ്പിന്റെ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഡിലീറ്റ് ചെയ്തേക്കണം. ഈ യോഗം കണ്ടങ്ങനെ ഒരു ഗുണമുണ്ടാകണം. നീ പാമ്പിന്റെ നമ്പരുമായിട്ടായി ഇതെടുങ്ങ നടക്കുന്നത്. ഇവിടെ ഇരുന്നപ്പോഴും നിനക്ക് കോള് വന്നു പാമ്പിന്റെ. ഇങ്ങോട്ട് കയറാൻ നേരത്ത് പറഞ്ഞു യോഗത്തിന് കയറുക, പിന്നെ വിളിക്കാന്ന്. പാമ്പ ദൈവത്തിന്റെ മഹത്വം. കാരണം അമ്മാമ്മ തോട്ടത്തിലെയാ. ഞാൻ എപ്പോഴും പ്രസംഗം, അമ്മാമ്മ തോട്ടത്തിലെയാ, പാമ്പ് കാട്ടിലെയാ. വായിച്ചേ 3:1 വായര്. 3-ാം അധ്യായത്തിന്റെ 1 ഉൽപ്പത്തി. തമിഴിൽ ആദ്യം വായിച്ചു. മൈക്ക് അങ്ങോട്ട് തന്നെ വായിക്കാനാ. മൈക്ക് കൂടെ അത് ഓഫാക്കിയ ചുമ്മാ ഇരുന്ന് വായിക്കും. ദേവനാകിയ കർത്താർ ഉണ്ടാക്കിന സകല കാട്ടു ജീവനുകളെ ജീവൻകളെ. അപ്പൊ കാട്ടിലെ ജീവിയാണ്. കാട്ടു ജീവൻകളെക്കാൾ സർപ്പമാനത് തന്ത്രമുള്ളതായിരുന്നു. സർപ്പം തന്ത്രമാ. അപ്പം സർപ്പം പാമ്പ് ഇതെവിടുത്തെയാ? കാട്ടിലെയാ. അമ്മാമ്മയോ തോട്ടത്തിലെയാ. അമ്മാമ്മ തോട്ടത്തിലെയാ. ദൈവത്തിന്റെ സഭ കെട്ടിയടച്ച തോട്ടമാണ്. ഞാൻ മിസ്രയീമിൽ നിന്നൊരു മുന്തിരിവള്ളി കൊണ്ടുവന്ന ജാതികളെ നീക്കി അതിനെ നട്ടു. നീ കിളിച്ചു വന്നതല്ല, ദൈവം നിന്നെ നട്ടതാ. സ്തോത്രം. കാട്ടുപന്നി മാന്തിക്കളയാതിരിക്കുവാൻ അതിന് സംരക്ഷണവും ദൈവം ഏർപ്പെടുത്തി. യെശയ്യാവ് 5 നമുക്ക് മനപ്പാഠമാ. ഞാൻ എൻ്റെ പ്രിയതമന് അവൻ്റെ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് എൻ്റെ പ്രിയന്റെ പാട്ട് പാടും. എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവനതിന് വേലി കെട്ടി, ചക്ക് കുടിച്ചിട്ടു, ഗോപുരം പണിതു, കല്ലെല്ലാം പെറുക്കി കളഞ്ഞു. പക്ഷെ കായ്ച്ചത് കാട്ടുമുന്തിരിങ്ങിയ. പക്ഷെ സംരക്ഷണം ദൈവം ചെയ്തതാ. അപ്പൊ ഈ തോട്ടം ദൈവത്തിന്റെ സഭയാ. അപ്പോൾ അമ്മാമ്മ തോട്ടത്തിലെയാ. യഹോവയായ ദൈവം ഏതിന് കിഴക്ക് ഒരു തോട്ടം ഉണ്ടാക്കിയെന്ന അല്ലേ? അങ്ങനല്ലേ യോടി? അങ്ങനാന്നേ അങ്ങനെ, അങ്ങനല്ലേ അങ്ങനല്ല, എങ്ങനെയാന്നേലും 9 യോഗം ഒരു തോട്ടം ദൈവം ക്രമീകരിച്ചെന്ന. സുന്ദര സുരവലമായ ഫലമൂലാദികളാൽ നിബിഡീകൃതമായ നല്ലൊരു തോട്ടം. സാറ കൊടുത്തിരിക്കുന്നത് ആ തോട്ടത്തിന്റെ വർണ്ണനയാ. കേരവും ഗംഭീരവും ഈന്തലും കരിമ്പുളിപേരയും നാഗരംഗം ആതളമാതുളങ്കമാമ്രങ്ങളാമ്രാതകം ചെത്തിയും അത്തിവൃക്ഷം കമ്രമാം ത്രീതാലം ജാലങ്ങൾ വീലുക്കളും ഗന്ധപുഷ്പങ്ങളെ ചമ്പുകം ബഹളവും ഗന്ധമോക്ഷവും മോക്ഷദ്രുമവും സപ്തശതം വൻപാലും ഇനിപ്പാലും പോഷണത്താലും വാഴത്തമ്പുരാനിധി ഖ്യാം ഗാംഭീര്യമുള്ളുപാരം ദ്രവിച്ചീടിലും അൻപോട്ട് പച്ചത്തൊലി പേർന്ന ചിങ്ങനാദി എന്ന് പറഞ്ഞ ചിങ്ങമ്പഴം. ആപ്പിളും പൈനാപ്പിളും ചെറിയും ഗൂസ്ബറിയും. ഗൂസ്ബറി നെല്ലിക്ക തോട്ടത്തിനകത്തുള്ള ആപ്പിള്, പൈനാപ്പിള്, ചെറി, ഗൂസ്ബറി നെല്ലിക്ക. ചിലർക്ക് നെല്ലിക്ക അത്യാവശ്യമാണ്. അത് ഉപയോഗിക്കേണ്ട വിധം ഞാൻ യോഗം കഴിഞ്ഞ് പറയാം. ആപ്പിളും പൈനാപ്പിളും ചെറിയും ഗൂസ്ബറിയും ആപ്പിൾ വൃക്ഷങ്ങളേകം ദൃഷ്ടിക്ക് രമ്യങ്ങളും
പച്ചതങ്ങളുമായ സസ്യകുൽമാദികളാൽ അക്ഷയ്യമായ കാന്തി വിലസുന്നാരാമത്തിൽ ഏതൻ തോട്ടമാണ്. അപ്പോൾ സുന്ദര സുരബലമായ നല്ല തോട്ടം, ആ തോട്ടം നനയ്ക്കാൻ ഒരു നദി പുറപ്പെട്ടു. അത് 4 ശാഖയായിട്ട് പിരിഞ്ഞൊഴുകുക. ഒന്നാമത്തതിന് പീശോൻ, വെള്ളച്ചാട്ടം എന്നർത്ഥം. അത് ഹവീലാദേശമൊക്കെ ചുറ്റും. അവിടെ പൊന്നുണ്ട്, ഗുൽഗുലുമുണ്ട്. അവിടുത്തെ പൊന്നൊക്കെ വിലയേറിയതാണ്. അത് വിവരിക്കുന്നില്ല. അപ്പം വെള്ളത്തിന് കുഴപ്പമില്ല, ഫലമൂലാദികളാൽ നിബിഡീകൃതം, നല്ല തോട്ടം. ഈ തോട്ടത്തിലാണ് ആദിമാതാക്കളാകുന്ന ആദമിനെ ഹവ്വയെ ദൈവമാക്കിയത്. സകല വൃക്ഷത്തിന്റെയും ഫലമൂലാദികൾ നിങ്ങൾക്ക് ഭക്ഷിക്കാം, പക്ഷെ തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നത് അത് ദൈവം വെച്ചൊരു വ്യവസ്ഥയാണ്. എന്തായാലും കൊള്ളാം, അമ്മാമ്മ തോട്ടത്തിലെയാ, സഭയ്ക്കകത്ത് അമ്മാമ്മയാ. പാമ്പ് സർപ്പം കാട്ടിലെയാ. അപ്പൊ കാട്ടിലെ പാമ്പിന്റെ ഫോൺ നമ്പര് തോട്ടത്തിലെ അമ്മാമ്മ മേടിക്കൊണ്ട് ഒരു കാര്യോ വേണ്ടതല്ല. ഇപ്പൊ നിങ്ങൾ പറയാ, പാസ്റ്റർ ഞാൻ പറഞ്ഞതാ ഫോൺ നമ്പർ വേണ്ടത്, എന്നാലും പുള്ളി നാളെ ഇഞ്ഞു വാ, ഇന്നിപ്പം തൊടുകൈക്ക് അങ്ങനെ തരുന്നേ. എന്തായാലും കൊള്ളാൻ രണ്ടുപേരുടെ കുശലാന്വേഷണമൊക്കെ നടത്തി ഒടുവിൽ വഞ്ചകനാകുന്ന പിശാച് സർപ്പം, പഴയ പാമ്പെന്നൊക്കെയാ പുതിയ നിമിത്തം കൊടുത്തേക്കുന്നത്. പഴയ പാമ്പ് യവൻ ഈ മാതാവിനെ ചതിച്ചു. വിലക്കപ്പെട്ട കനി തീറ്റിച്ച് ഒടുവിൽ ഭർത്താവിനും കൊടുത്ത് അവനും തിന്നു. കൽപ്പനാലംഘനത്തിൽ അകപ്പെട്ട് ഒടുവിൽ ദൈവം ഇവരെ തോട്ടത്തിന് പുറത്താക്കി മിന്നുന്ന ജ്വാലയുള്ള ഖഡ്ഗം ആയിട്ട് കെറൂബുകളെ അവിടെ നിർത്തി. അങ്ങനെ രണ്ടുപേരും ഏദൻ തോട്ടത്തിന് വെളിയിലായി ജീവിതം ആരംഭിച്ചു. കയീൻ ഉണ്ടായി, പിന്നീട് കയീൻ ഹാബേലിനെ കൊന്നു. ശേഷമായിട്ട് ഇവർക്ക് ഒരു കുഞ്ഞുണ്ടായി, ശേത്ത്, ഹാബേലിന് പകരം. അങ്ങനെ ശേത്തിന് തലമുറകൾ അങ്ങോട്ട് വർദ്ധിച്ചു. കയീൻ വേറൊരു വഴിക്ക് അങ്ങ് പോയി. കയീന്റെ വഴി എന്നൊക്കെയാ പുതിയ നിമിത്തം കൊടുക്കുന്ന കയീന്റെ, അങ്ങനല്ലേ, കയീന്റെ വഴി, അങ്ങനെ ആ പുസ്തകത്തിൽ കയീന്റെ. അയ്യോ, ഞാൻ മലയാളം പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ. പിന്നെ നിങ്ങൾ മനസ്സിലാകാത്ത രീതി ഇരിക്കുന്നേ. മനസ്സിലാകുന്നില്ലെങ്കിൽ തമിഴിലേക്ക് പരിഭാഷയ്ക്കായിട്ട് ഒരാളൂടെ വരണം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? കയീന്റെ വഴി. അവർ കൂലി കൊതിച്ച് ബിലിയാമിന്റെ വഞ്ചനയിലും കയീന്റെ വഴിയിൽ. അതാ കയീന്റെ വഴി. അതൊരു വല്ലാത്ത വഴി. അതുകൊണ്ട് ഞാൻ ആ വഴിയിലോട്ട് ഇപ്പൊ പോകുന്നില്ല, അവൻ പോയല്ലോ. അപ്പൊ ആദമിന് പിന്നെയും ഒരു സന്തതി ഉണ്ടായി, ശേത്ത്. അതാണ് 4-ാം അധ്യായത്തിന്റെ ആ കണ്ണിക തുടങ്ങുന്നൊരു ഭാഗമുണ്ടല്ലോ, തലമുറ ഉണ്ടായത്. 4-ാം അധ്യായത്തിന്റെ ഇവിടെ ശേത്തിനെ പറ്റി 4:26 ശേത്തിനും ഒരു മകൻ ജനിച്ചു, അവൻ ഏനോശ് എന്ന് പേരിട്ടു. അവനെ ഏനോശ് എന്ന് പേരിട്ടുണ്ട്. ഈ ഭാഗം ഒന്ന് വായിച്ചേ. യഹോവയായ ദൈവം മനുഷ്യൻ നന്മതിന്മകൾ അറിയാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയി തീർന്നിരിക്കും. അപ്പൊ ഇവരെ ഏദൻ തോട്ടത്തിന് വെളിയിലാക്കിയതാണ് ആ 3-ന്റെ ഒടുവിൽ. ഇനി 4-ാം അധ്യായത്തിൽ കയീന് പകരമായിട്ട് ഒരു തലമുറ കണ്ടായി, ശേത്ത്. ആദാൻ തന്റെ ഭാര്യയെ പിന്നെയും പരിഗ്രഹിച്ചു. അടുത്ത വാക്യം, അവൾ ഒരു മകനെ പ്രസവിച്ചു. കയീൻ ഹാബേലിന് പകരം ദൈവം എനിക്കൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞവനെ ശേത്ത് എന്ന് പേരിട്ടു. ശേത്തിനൊരു മകൻ ജനിച്ചു, ഏനോശ്. അടുത്തത്, ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. അടുത്ത വാക്യം, ആദാമിന്റെ വംശപാരമ്പര്യമാണ്. താഴോട്ട് പിന്നെ ആ തലമുറകളുടെ ചരിത്രമാണ്. അപ്പൊ കയീൻ ഹാബേലിനെ കൊന്നു. ഹാബേൽ മരിച്ചതിന് ശേഷം ആദമിന് വീണ്ടും ഒരു തലമുറ ഉണ്ടായി, ശേത്ത്. ശേത്തിന് ഏനോശ്, ഏനോശിന് കേനാൻ, കേനാന് മകൾ എൽനി, യാരദിന് ഹാനോക്ക്, ഹാനോക്കിന് മെതൂശലേഖ്, മെതൂശലേഖിന് ലാമക്ക്, ലാമക്കിന് നോഹ, നോഹയ്ക്ക് 3 പേര്, ശേമും കാമും യാബത്തും. അതിൽ ശേമിന്റെ 10-ാം തലമുറ അബ്രഹാമിൽ നിന്ന് ഇസഹാക്ക്, യാക്കോബ്. പിന്നെ യാക്കോബിൽ നിന്ന് 12 ഗോത്രപിതാക്കന്മാർ, രൂബേൻ മുതൽ ബെന്യാമിൻ വരെ. ഈ 12 ഗോത്രപിതാക്കന്മാരിൽ നിന്ന് ഇന്ന് കാണുന്ന ലോകത്തിലെ സകല യഹൂദന്മാരും. അപ്പൊ ഇങ്ങനെ തലമുറയെ ദൈവം അങ്ങ് വർദ്ധിപ്പിച്ചു. ഞാൻ അധികം വിവരിക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ആദമിൽ നിന്നാണ് ഈ സന്തതി പരമ്പരകള്.
ഷേത്തിൽ നിന്ന് തലമുറയായി. പിന്നെ ഉൽപ്പത്തി പുസ്തകത്തിൽ നിമ്രോദിന്റെ കാര്യമുണ്ട്, ഭാഗമൊന്നും എടുക്കുന്നില്ല. ഇടയ്ക്ക് നോഹയുടെ കാലത്ത് പെട്ടകം പണിതു, എല്ലാവരും ഒന്നും രക്ഷപ്പെട്ടില്ല, 8 പേര് രക്ഷപ്പെട്ടു വെള്ളത്തിൽ കൂടി. അതിനുശേഷമായിട്ട് അബ്രഹാമിൽ നിന്ന് സന്തതി പരമ്പരകൾ ഉടലെടുത്ത് ഉൽപ്പത്തി പുസ്തകത്തിലെ ചരിത്രമായി പറഞ്ഞത്. അബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിച്ചു. അബ്രഹാം വിളി കേട്ടിറങ്ങി. അബ്രഹാമിന് വാഗ്ദത്ത സന്തതി ഇസഹാക്കുണ്ടായി. ഇസഹാക്കിൽ നിന്ന് യാക്കോബ് ജനിച്ചു. യാക്കോബിൽ നിന്ന് ഗോത്ര പിതാക്കന്മാർ 12 പേര്. ഒടുവിൽ ഉൽപ്പത്തി പുസ്തകം 2 അധ്യായം 2 പേരുടെ മരണത്തോടുകൂടി പര്യവസാനിക്കുക. പ്രാരംഭത്തിൽ മോശയുടെ പഞ്ചഗ്രന്ഥത്തിലെ ആദ്യത്തെ ഗ്രന്ഥമാകുന്ന ഉൽപ്പത്തി പുസ്തകം ഒടുവിലത്തെ 49, 50 2 അധ്യായം 2 മരണത്തോടു കൂടിയ 2 പേര് മരിക്കുക. നമുക്കറിയാം ഉൽപ്പത്തി 49 50 2 അധ്യായത്തിൽ 2 മരണം. ഒന്നാമത്തെ മരണം യാക്കോബിന്റെ മരണമാണ്. ഗോത്രപിതാവാകുന്ന യാക്കോബ് മരിക്കുന്നു. മരിക്കുന്നതിന് മുന്നേ പിള്ളാരെയെല്ലാം കൂടെ വിളിച്ചു കൂട്ടിയേച്ച് ഭാവികാലം സംബന്ധിച്ചവരെ അനുഗ്രഹിച്ചു. അനുഗ്രഹിച്ചതിന് ശേഷം പറയേണ്ടതെല്ലാം പറഞ്ഞു തീർന്നേച്ച് ഇങ്ങനെ വായിക്കുന്നു: കാലെടുത്ത് കട്ടിലെ വെച്ച് പ്രാണനെ വിട്ട് പിതാക്കന്മാരോട് ചേർന്നു. നല്ല മരണം, നല്ല മരണം. ഞാൻ ഭയത്തോടാണ് ഈ ഭാഗം പ്രസംഗിക്കുന്നത്. പ്രിയരെ, ഇവിടെ പേരും പ്രശസ്തി സ്ഥാനവും മാനവും വന്ദനവും ബഹുമാനവും ഒന്നും കിട്ടിയില്ലെങ്കിലും നല്ല അന്ത്യത്തിന് പ്രാർത്ഥിച്ചോണം. കർത്താവിന്റെ വരവാണെങ്കിൽ കൈവിടപ്പെടാതെ എടുക്കപ്പെടണം. അതല്ല, വരവിന് മുമ്പ് നാം ചേർക്കപ്പെടുന്നത് തിരികിതമാണെങ്കിൽ നല്ല അന്ത്യത്തിന് പ്രാർത്ഥിച്ചോണം. ഈ അടുത്ത കാലത്ത് ഞാനൊരു അടക്കത്തിന് പോയി ചെന്നപ്പോൾ ഞാനും അത്ഭുതപ്പെട്ടു പോയി, ദൈവത്തെ സ്തുതിച്ചു. ഒരപ്പച്ചൻ മരിക്കുന്നതിന് മുമ്പ് രാവിലെ എഴുന്നേറ്റ് പോയി ഫോട്ടോ എടുത്തു. നല്ല പ്രായമുള്ള അപ്പച്ചനാ. ഫോട്ടോ അല്ല, അതിന് തലേന്ന് പുള്ളി വില്ലേജ് ഓഫീസിൽ ചെന്ന് ആധാരമെല്ലാം ക്ലിയർ ആക്കി കരവടച്ച രസീത് കൊണ്ട് മോന്റെ കയ്യിൽ കൊടുത്തു. ഇതാ കരവടച്ച രസീത്. പറമ്പിൽ പണിയുമായിരുന്നു, പറമ്പുമൊക്കെ ഉണ്ട്, കിളയ്ക്കും, തൂമ്പാകുണ്ട്. അപ്പൊ തൂമ്പായെല്ലാം കഴിയേച്ച് അതും കൊണ്ട് മോന്റെ കൊടുത്തേച്ച് പറഞ്ഞു, ഇനി എനിക്കിത് വേണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പോയി തലമുടിയെല്ലാം വെട്ടി ഷേവ് ചെയ്തു. പിറ്റേന്ന് അതിരാവിലെ തന്നെ സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുത്തേച്ച് വീട്ടിൽ കൊണ്ടുവന്ന് മോന്റെ കൊടുത്തേച്ച് പറഞ്ഞ്, ഞാൻ മരിക്കുമ്പോൾ ഈ ഫോട്ടോ ഇടണമെന്ന്. അത് കഴിഞ്ഞേച്ച് ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് അപ്പച്ചൻ മരിച്ചു. എങ്ങനുണ്ട്? അത്ര ഒന്നും ഒത്തില്ലെങ്കിലും ഇത് നമ്മൾ ചിലര് മരിച്ചു കഴിഞ്ഞ് ഫോട്ടോ തപ്പുക, തപ്പി 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 എന്ത് ചെയ്തിട്ട് ഒരു ഫോട്ടോ. പിന്നെ നോക്കിയപ്പോ ആധാർ കാർഡില്ല, അത് തെളിയുന്നുമില്ല. അപ്പച്ചന്റെ ഫോട്ടോ ഇട്ടപ്പോ കണ്ടപ്പോ ഉപ്പാപ്പൻ മരിച്ചതുപോലെ ഇരിക്കുന്നു. ഓതക്കേട്. നല്ല അന്ത്യം. ഇവിടെ പേര് പ്രശസ്തി സ്ഥാനവും മാനവും ഒന്നും എനിക്കും നിങ്ങൾക്കും കിട്ടിയില്ലെങ്കിൽ നല്ല അന്ത്യത്തിന് പ്രാർത്ഥിച്ചോണം. യാക്കോബിന്റെ മരണം നല്ല മരണമാ. പിള്ളേരെല്ലാം ഒടുവിൽ കണ്ടു. രൂപൻ മുതൽ ബെന്യാമീൻ വരെ 12 പിള്ളേരും കണ്ട് അവരോട് പറയേണ്ടതെല്ലാം തെറ്റാതെ പറഞ്ഞെന്നുള്ളതാ. നമ്മളന്നെ മൂത്തവനോട് പറയേണ്ടത് കയറി അനിയനോട് പറയും, അനിയനോട് പറയേണ്ടത് ചേട്ടനോട് പറയും. അപ്പൻ ചത്ത് കഴിഞ്ഞ് പിള്ളേരെല്ലാം കൂട്ട അടി ഉണ്ടാക്കുകയും ചെയ്യും. ജീവിച്ചപ്പോഴും നാശവ, മരിച്ചു കഴിഞ്ഞപ്പോഴും നാശോപ്പിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. ആധാരവും ശരിയാക്കിയില്ല. യാക്കോബ് അങ്ങനല്ല, നല്ല മരണമാണ്. മരിക്കുന്നതിന് മുമ്പ് പിള്ളേരെയെല്ലാം വിളിച്ചു കൂട്ടി ഭാവികാലം സംബന്ധിച്ചവരോട് ദൂത് പറഞ്ഞു. അതാണ് 49 അധ്യായത്തിന്റെ പ്രാരംഭവാക്യം വായിച്ചേ. 49 പ്രാരംഭം. ആദ്യം തമിഴിലൊന്ന് വായിക്കട്ടെ. யாக்கோபு தன் குமாரரை அழைத்து, நீங்கள் கூடி வாருங்கள், கடைசி நாட்களில் உங்களுக்கு நேரிடும் காரியங்களை அறிவிப்பேன். யாக்கோபின் குமாரரே, கூடி வந்து கேளுங்கள், உங்கள் தகப்பனாகிய இஸ்ரவேலுக்கு செவி கொடுங்கள். ரூபனே, நீ என் சிரேஷ்ட புத்திரன், நீ என் சத்துவமும் என் முதற்பலனுமானவன், நீ மேன்மையில் பிரதானமும் வல்லமையில் விசேஷமானவன், തണ്ണീരെ പോലെ തളമ്പിനവനെ, നീ വെള്ളം പോലെ തുളുമ്പുന്നവനാ, പക്ഷേ നീ മേന്മ അടയ മാട്ടായി. ഗുണമാകുകയല്ലെന്നായി പറഞ്ഞു. ഗുണമാകുക. യാക്കോബ് മരിക്കുന്നതിന് മുന്നേ പിള്ളേരെയെല്ലാം വിളിച്ചു പറയുക, യാക്കോബിന്റെ പുത്രന്മാരെ കൂടി വന്ന് നിങ്ങളുടെ അപ്പനാകുന്ന ഇസ്രായേലിന്റെ മൊഴിക്ക് ചെവി തരുവി. ഭാവികാലം സംബന്ധിച്ച് ഞാൻ നിങ്ങളോട് ദൂത് പറയാൻ പോകുക. അങ്ങനല്ലേ മലയാളത്തിൽ? എങ്ങനെ?
അനന്തരം യാക്കോബ് തന്റെ പുത്രന്മാരെ വിളിച്ച് അവരോട് കൂടി വരുവീൻ, ഭാവി കാലത്ത് നിങ്ങൾക്ക് സംഭവിപ്പാനുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കാം. യാക്കോബിന്റെ പുത്രന്മാരെ കൂടി വന്ന് നിങ്ങളുടെ അപ്പനാകുന്ന ഇസ്രായേലിന്റെ മൊഴിക്ക് ചെവി തരുവീൻ. അപ്പോൾ പിള്ളേരെല്ലാം കൂടെ അപ്പന്റെ കിടക്കയുടെ ചുറ്റും വട്ടം കൂടി 12 എണ്ണം കലാപുലി പോലെ. അല്ലാതെ അങ്ങോട്ടിട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടിട്ടാ ഇങ്ങോട്ടും ഒന്നുമല്ല പിള്ളേര്, അല്ല പയർ പോലെ പിള്ളേർ നിൽക്കുന്നു. സ്തോത്രം. കലാപുലി പോലെ ഉപദേശിമാരില്ല എന്നല്ല, കലാപുലി പോലെ നിന്നോണം. സ്തോത്രം പറയാന്ന് പറഞ്ഞപ്പോൾ സ്തോത്രം, അല്ലേലിയ പറയാ അല്ലേലിയ. കൈയൊക്കെ അടിക്കുന്ന കാണുമ്പോൾ തന്നെ വിശ്വാസിക്ക് അകവാള് വെട്ടണം. ഇത് ചിലരുടെ ഇരിപ്പൊക്കെ കണ്ടാൽ നമുക്ക് ഇപ്പൊ അഡ്മിറ്റ് ആക്കാൻ തോന്നുന്നു. ഇവിടെ ഇത് 12 എണ്ണം കലാപുലി പോലെ 12 പിള്ളേര്, രൂപൻ മുതൽ ബെന്യാമിൻ വരെ. അപ്പോൾ കൂടി വരാൻ പറഞ്ഞപ്പോൾ അപ്പന്റെ കിടക്കയൊഴിച്ചും പിള്ളേരെല്ലാം വന്ന് വട്ടം കൂടി. ആ ക്രമത്തിൽ വന്നങ്ങോട്ട് നിന്നപ്പോൾ അപ്പൻ ഇങ്ങനെ കിടക്കുക. 147 വയസ്സുള്ള യാക്കോബ് ജരാനര ബാധിച്ച് ശയ്യാവലംബനായി, ശരീരമെല്ലാം ചുക്കിച്ചുളിഞ്ഞ, കണ്ണിന്റെ കാഴ്ചയെല്ലാം നഷ്ടപ്പെട്ട് കിടക്കുകയാണെങ്കിലും 147 വയസ്സുണ്ട് കിടക്കുന്നെങ്കിലും ഭാവികാലം സംബന്ധിച്ച് ദൂത് പറയാൻ പോകുകയാണ്. അപ്പോൾ മൂത്ത മകനെ വിളിച്ചു, രൂപേനേ നീ എന്റെ ആദ്യജാതൻ, എന്റെ വീര്യവും എന്റെ ശക്തിയുടെ ആദ്യബലവും ശ്രേഷ്ഠതയുടെ വൈശിഷ്ട്യവും ബലത്തിന്റെ വൈശിഷ്ട്യവും തന്നെ. വെള്ളം പോലെ തുളുമ്പുന്നവനെ നിനക്ക് ഗുണം വരികയല്ല, നീ ശ്രേഷ്ഠനാകത്തില്ലെന്നാ. തമിഴിൽ മേന്മയാകുന്നു. മേന്മ ഒരു മേന്മേ ഇവന് വരിക. കാരണം ഇവന് ഗുണം വരാത്തവനാ, ഇവൻ വെള്ളം പോലെ തുളുമ്പുന്നവനാ. അർത്ഥം ഇത്രയേ ഉള്ളൂ, സ്ഥിരതയുള്ളവനല്ല. ഇവൻ എങ്ങോട്ട് വേണേലും യോഗം കഴിഞ്ഞേച്ച് വേണേ ഇലക്ഷൻ ബൂത്തിൽ പോയിരിക്കും. സ്ഥിരതയുള്ളവനല്ല. കൺവെൻഷന് ഫ്രണ്ടിൽ കാണും, അവിടെയും കാണും ഫ്രണ്ടിൽ. മനസ്സിലായോ? ഇവിടെ കൈയടിച്ച് ആത്മാവ് നിറഞ്ഞേച്ച് അപ്പറേ പെരുന്നാളിനും പോവും. സ്തോത്രം. സകല കേസിനകത്ത് ഇവൻ ചെന്ന് കയറും. ഇവന് സ്ഥിരതയുള്ളവനല്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ സ്ഥിരതയില്ലാത്തവരെ രക്ഷപ്പെടുകയല്ല. ഞാൻ എൻ്റെ വിഷയമല്ലാത്തതുകൊണ്ട് വിസ്തരിക്കുന്നില്ല. രൂപൻ മുതൽ അങ്ങോട്ട് വിളിച്ച് ദൂത് പറയുക. അങ്ങനെ ഭാവിയിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഗോത്രങ്ങളുടെ മേൽ, ഗോത്ര സമുച്ചയങ്ങളുടെ മേൽ, സന്തതികളുടെ മേൽ, സന്തതികളുടെ സന്താനങ്ങളുടെ മേൽ വരും കാലങ്ങളിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ള വിഷയങ്ങളെല്ലാം കൂടെ കണക്ക് കൂട്ടി, കാലേ കൂട്ടി കണക്കിട്ട് കാര്യങ്ങളെല്ലാം കൂടെ യാക്കോബ് പിള്ളേരോട് പറഞ്ഞു. അത് പറഞ്ഞ് എല്ലാം തീർന്നേച്ചെങ്ങനാ? യാക്കോബ് തന്റെ പുത്രന്മാരോട് ആജ്ഞാപിച്ച് തീർന്ന ശേഷം. അങ്ങനെ ഒരു പ്രയോഗം 33 വാക്യം എത്രയാ? 33. യാക്കോബ് തന്റെ പുത്രന്മാരോട് ആജ്ഞാപിച്ചു തീർന്ന ശേഷം എന്ന് പറയേണ്ടതെല്ലാം പറഞ്ഞു, ഒന്നും ബാക്കിയിട്ടില്ല. ആജ്ഞാപിച്ചു തീർന്ന ശേഷം അവൻ കാൽ കട്ടിലിന്മേൽ എടുത്തു വെച്ച് പ്രാണനെ വിട്ട് തന്റെ ജനത്തോട് ചേർന്നു. എന്ത് നല്ല മരണം! ഇത് ചിലതിന്റെയൊക്കെ കാല് നമ്മൾ തല്ലി ഓടിച്ചാന്ന് ഓർക്കുന്നത്, പെട്ടിക്കകത്തിരിക്കണ്ടേ. ഞാനൂടെ കൂടി അവര് ഇങ്ങനെ ഇരിക്കുകയായിരുന്ന കാല്, പിന്നെ ഞാനൂടെ കൂടി അമുക്കി, എന്നിട്ടും ഒതുങ്ങുന്നില്ല. പിന്നെ ഞങ്ങള് ഈ വെള്ളമുണ്ട് കീറി പിടിച്ച് കെട്ടി. ആർക്കും അങ്ങനെ വരാതിരിക്കട്ടെ, നന്നായിട്ട് പ്രാർത്ഥിച്ചോണം. നമ്മളവരെ വിധിക്കുകയല്ല. ഇതൊക്കെ കാണുമ്പോ എൻ്റെ നിന്റെ ജീവിതം ക്രമപ്പെടുത്തിക്കോണം. നമ്മളവരെ വിധിക്കണ്ട, അതൊക്കെ ദൈവം അവരൂടെ തീർത്തോളും. പക്ഷെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ കാണുമ്പോൾ ഞാനും നിങ്ങൾ നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടെ ക്രമപ്പെടുത്തണം. സ്തോത്രം. ചിലരൊക്കെ മരിക്കുന്ന സമയത്ത് അനാവശ്യം പറഞ്ഞാൽ ചാച്ചാത്തത് ഉപദേശമാര് തന്നെ. കണ്ണ് പൊട്ടുന്ന ഡാഷ് അനാവശ്യം പറഞ്ഞെന്ന്. നമ്മളവരെ വിധിക്കണ്ട, അത് അവരും ദൈവവും കൂടെ തീർത്തോളും. പക്ഷെ അതൊക്കെ കാണുമ്പം നമ്മൾ ഭയത്തോടെ വേണം ദൈവത്തെ സേവിക്കാൻ. ചിലര് മരണസമയത്തൊക്കെ സുബോധം നഷ്ടപ്പെട്ട് അമേധ്യന്മാര് ഭിത്തിയിൽ വരെ എറിഞ്ഞു. ഭിത്തിയിലാന്നേ സഹിക്കാം, മരുമകളുടെ മുഖത്തൂടെ എറിഞ്ഞു. നമ്മളവരെ വിധിക്കണ്ട, ആർക്കും അങ്ങനെ വരാതിരിക്കട്ടെ. പക്ഷെ അതൊക്കെ കാണുമ്പം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കോണം. അതാ ഞാൻ എപ്പോഴും സഭയിൽ കിടന്ന് അടി ഉണ്ടാക്കരുത്, സഭയിൽ കിടന്ന് വഴക്കുണ്ടാക്കരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പ് കോർക്കരുത്, ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയരുത്, ആവശ്യമില്ലാത്ത വിഷയത്തിൽ നീ ഇടപെടരുത്. അവർക്കൊക്കെ അതാ ഗതിയെങ്കിൽ നമ്മുടെ ഗതി എന്താ? അതുകൊണ്ട് ഇന്ന് രാത്രി ഒന്നുകൂടെ ജീവിതത്തെ ക്രമീകരിച്ചോണം. സ്തോത്രം.
സ്തോത്രം. ജീവിതത്തെ ക്രമപ്പെടുത്തണം. ഏത് സമയത്തും മരണം നിന്നെ പിടികൂടാം. അത് ക്ഷണിക്കാതെ വന്ന് കയറുന്ന വ്യക്തിയാ മരണം. ഇന്ന ദിവസം മരണമെന്നൊന്നും മരണത്തോട് പറയാൻ ഒക്കത്തില്ല. മരണം ഏത് സമയത്തും അറസ്റ്റ് ചെയ്യും. ഒരക്ഷരം ഉരിയാടാൻ അനുവദിക്കുകയല്ല. സ്തോത്രം. നല്ല അന്ത്യത്തിന് പ്രാർത്ഥിച്ചോണം. യാക്കോബിന്റെ മരണം നല്ല മരണമാണ്. പിള്ളേരോട് പറയേണ്ടതെല്ലാം പറഞ്ഞു തീർന്നിച്ച് കാലെടുത്ത് കട്ടിലെ വെച്ച് പ്രാണനെ വിട്ട് പിതാക്കന്മാരോട് ചേർന്നു. എന്ത് നല്ല മരണം. സ്തോത്രം. നിങ്ങൾ പേടിച്ചിരിക്കുകയാണോ? ദൈവമേ എന്ന് ബലപ്പെടാന്ന് പറഞ്ഞപ്പോൾ അയാൾ വന്നപ്പം മുതൽ ചാകുന്ന വേസ മരണം മരണം മരണമെന്ന് തന്നെ. മരണമേ വിഷമെങ്ങും നിന്റെ വിജയവും എവിടെ? എന്നേശു മരണത്തെ ജയിച്ചു തനിക്കു സ്തുതി ഹല്ലേലൂയ. എന്നേശു മരണത്തെ ജയിച്ചു തനിക്കു സ്തുതി ഹല്ലേലൂയ. മരണമേ വിഷമെങ്ങു നിന്റെ വിജയവും എവിടെ? എന്നേശു മരണത്തെ ജയിച്ചു തനിക്കു സ്തുതി ഹല്ലേലൂയ. എന്നേശു മരണത്തെ ജയിച്ചു തനിക്കു സ്തുതി ഹല്ലേലൂയ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. അതെ, അപ്പൊ ഉൽപ്പത്തി പുസ്തകം അവസാനത്തെ അധ്യായം 2 മരണമാണെന്ന് പറഞ്ഞല്ലോ. ഒന്ന് ഗോത്രപിതാവാകുന്ന യാക്കോബിന്റെ മരണം, നല്ല മരണം. രണ്ടാമത്തെ മരണം യോസേപ്പിന്റെ മരണമാണ്. അത് 50-ാം അധ്യായത്തിലാണ്. യോസേപ്പിന്റെ മരണം നല്ല മരണമാണ്. കാരണം യോസേപ്പ് മരിക്കുന്നതിന് മുന്നേ സഹോദരന്മാരെ എല്ലാം വിളിച്ചേച്ച് പറഞ്ഞു, പിന്നെ ചേട്ടായി ഞാൻ പോവുക, ഞാൻ മരിക്കുക, പക്ഷേ ദൈവം നിങ്ങളെ സന്ദർശിക്കും. ഞാനങ്ങ് മരിക്കുക, ദൈവം നിങ്ങളെ സന്ദർശിക്കും. അങ്ങനെ ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ ഈ മിസ്രയീമിൽ നിന്ന് നിങ്ങൾക്കൊരു പുറപ്പാടുണ്ട്. ദൈവത്തിന്റെ സന്ദർശനം വന്നാൽ നീ മിസ്രയീമിൽ കടക്കത്തില്ല. മിസ്രയീമിന് നിനക്കൊരു യാത്രയുണ്ട്. അത് കനാനിലേക്കാണ്. ഇന്ന് രാത്രി ചിലരെ ദൈവം സന്ദർശിക്കട്ടെ. മിസ്രയീമിന്റെ ഇരുമ്പു ചൂളയിൽ നിന്ന്, മിസ്രയീമിന്റെ അടിമത്വത്തിൽ നിന്ന്, ഫറവോന്റെ പിടിയിൽ നിന്ന് ഇന്ന് രാത്രി നിനക്കൊരു വിടുതലുണ്ടാകട്ടെ. ഈ യോഗത്തിൽ ദൈവം ചിലരെ സന്ദർശിക്കട്ടെ. അത് ദോഷത്തിനല്ല, നന്മയ്ക്ക്. ആമേ. ഫറവോന്റെ പിടിയിൽ നിന്ന്, മിസ്രയീമ ഇരുമ്പു ചൂളയിൽ നിന്ന് ഇന്ന് രാത്രി നിനക്കൊരു പുറപ്പാടുണ്ട്. യോസേപ്പ് കണ്ടേച്ച് പറഞ്ഞു, ദൈവം നിങ്ങളെ സന്ദർശിക്കും. അങ്ങനെ സന്ദർശിക്കുമ്പോൾ ഈ മിസ്രയീമിൽ നിന്ന് ദൈവം നിങ്ങളെ അങ്ങ് കനാനിലേക്ക് കൊണ്ടുപോകും. പിന്നെ അങ്ങനെ കനാനിലേക്ക് പോകുമ്പോൾ നിങ്ങൾ എൻ്റെ അസ്ഥിയും കൂടെ കൊണ്ടുപോകണം. എൻ്റെ അസ്ഥി മിസ്രയീമിൽ ഇടരുത്, അങ്ങ് കൊണ്ടുപോകണം. അതിൻ്റെ കാരണവും കൂടെ ഞാൻ അങ്ങ് തെളിച്ച് പറയാം. ഭാഗത്തുണ്ട്. കാരണം ഇതാ, ഞാൻ ഈ മിസ്രയീമിലാണ് ദീർഘവർഷം ജീവിച്ചെങ്കിലും ഞാൻ ഇവിടുത്തുകാരനല്ല, ഞാൻ അവിടുത്തുകാരനാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഞാനും നിങ്ങൾ ഇവിടുത്തുകാരല്ല, നമ്മൾ അവിടുത്തുകാരാ. സ്തോത്രം. ഈ വേദപുസ്തകം നിങ്ങളെ ഓടെ ഒരു പഠിത്തം പഠിച്ചാൽ ഈ വിദേശ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വർഷം ജീവിച്ച ആളിൽപ്പെട്ട വ്യക്തിയാ യോസേപ്പ്. യാക്കോബ് 147 വയസ്സിലാണ് മരിക്കുന്നത്. യോസേപ്പ് ഏതാണ്ട് 110 വയസ്സിലാണ് മരിക്കുന്നത്. ആ 110 വയസ്സിൽ ഏതാണ്ട് 83 കൊല്ലം മിസ്രയീമിലായിരുന്നു. സ്തോത്രം. 80 കൂടുതൽ വർഷവും മിസ്രയീമില്ല. തൻ്റെ ആയുസിന്റെ സിംഹഭാഗവും മിസ്രയീമില്ല. പക്ഷെ മിസ്രയീമിലാണെങ്കിലും തൻ്റെ അകത്തൊരു ചിന്തയുണ്ട്, ഞാൻ ഇവിടുത്തുകാരനല്ല, ഞാൻ അവിടുത്തുകാരനാണ്. ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ പാർക്കുന്നെങ്കിലും ഒരു ചിന്ത എപ്പോഴും ഭരിക്കണം, നമ്മൾ ഇവിടുത്തുകാരല്ല, നമ്മൾ അവിടുത്തുകാരാ. അതുകൊണ്ട് നമുക്ക് വേദപുസ്തകത്തിൽ പല പേരുകൾ അലങ്കാര ഭാഷയ്ക്ക് തന്നിട്ടുണ്ട്. അതിലൊരു പേരാണ് പരദേശി. ഞാനും നിങ്ങളും തമിഴിൽ പരദേശി എന്നാണോ? പരദേശി.
നമ്മളെല്ലാം പരദേശികളാണ്. അബ്രഹാം അതുകൊണ്ടല്ലയോ ഹിത്യരോട് പറഞ്ഞത്, ഞാൻ വന്നു പാർക്കുന്നവനും പരദേശിയുമാണ്. തന്റെ ഭാര്യ സാറായി 127 വയസ്സിൽ മരിക്കുക. മരിച്ചപ്പോൾ സാറായി അടക്കാൻ സ്ഥലമില്ല, ശ്മശാന ഭൂമിയില്ല. നദി മുതൽ നദി വരെ അവകാശം കൊടുത്ത സ്ഥലമൊക്കെ ഉണ്ട്, പക്ഷെ അടക്കാനായിട്ട്. അപ്പൊ ഹിത്യരോട് എന്ന് പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ടവൾ മരിച്ചു, അടക്കാൻ സ്ഥലമില്ല, ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്നു പാർക്കുന്നവനും പരദേശിയുമാണ്. സ്തോത്രം. അപ്പോൾ പിതാക്കന്മാരെല്ലാം പരദേശികളായിട്ടാണ് ഇവിടെ ജീവിച്ചത്. യാക്കോബ് ഒരിക്കൽ ഫറവോന്റെ മുമ്പാകെ ചെന്നപ്പോ ഫറവോൻ ചോദിച്ചു, പേരെന്താ? പേര് യാക്കോബ്. എന്തോ ഉണ്ട് പ്രായം. എന്നാ പ്രായം 130 എന്നല്ല പറഞ്ഞത്, ഒരു പ്രയോഗം പറഞ്ഞേച്ചാ, അയ്യോ എന്റെ പരദേശ പ്രയാണത്തിന്റെ കാലം 130 എന്നാ എന്ന് പറഞ്ഞാൽ, പ്രായം പറഞ്ഞപ്പോഴും അകത്തെ ചിന്ത ഞാൻ പരദേശിയാണെന്നാ. ഞാനും നിങ്ങളും പരദേശികളാണ്. സ്തോത്രം, സ്തോത്രം. പൗലോസും അങ്ങനെ തന്നെ പറഞ്ഞു, നമ്മള് പരദേശികളാണെന്ന്. ദാവീദും ഒരിക്കൽ പറഞ്ഞു, ഞാൻ നിന്റെ സന്നിധിയിൽ അന്യനും പരദേശിക്കും. ആ സങ്കീർത്തനത്തിൽ പറഞ്ഞു, ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ. ഇത് കൂടുതലൊക്കെ എന്നാ തെളിവ് തരാനാ? ഇത്രയും തെളിവ് തന്നിട്ടും ചിലർക്ക് ഒരു സന്തോഷമില്ല. ചിലരുടെ ഇരിപ്പ് കണ്ടാൽ ഞങ്ങൾ ഈ തെളിവ് കൊണ്ടൊന്നും ഒതുങ്ങുന്ന ആൾക്കാര്. സ്തോത്രം. ഞാനും നിങ്ങളും പരദേശികളല്ലേ? അല്ലേ? സങ്കടം പോലെ നമ്മളെ പരദേശികളാ. ഇവിടെ ഞാൻ വെറും ഒരു പരദേശി പോ, ഇവിടുത്തെ പാർപ്പിടമോ വഴിയമ്പലം. ഇവിടെ ഞാൻ വെറും ഒരു പരദേശി. യേശുവിനെ കണ്ടാൽ മതി, ഇകത്തിലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇകത്തിലെ മായാസുഖം വിട്ടാൽ മതി. പരൻ ശില്പിയായി പണിത നഗരമതിൽ, പരൻ ശില്പിയായി പണിത നഗരമതിൽ, പരനോടു കൂടെ പോയാൽ മതി, പരനോടു കൂടെ വാഴാൻ. ഓ എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇകത്തിലെ മായാസുഖം വിട്ടാൽ മതി. ഓ എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി. ഇകത്തിലെ മായാസുഖം വിട്ടാൽ മതി. അപ്പൊ ശ്രദ്ധിക്കുക, ഞാനും നിങ്ങളും ഇവിടെ പരദേശികളാ. ഈ പരദേശികളെ കണ്ടാൽ അറിയാം, ഇല്ലയോ? കണ്ടാൽ അറിയാം, കണ്ടാൽ അറിയാം. എങ്ങനെയാ പരദേശികളെ കണ്ടാൽ അറിയുന്നേ? പാട്ടുപാടി നടക്കുന്നുണ്ടാന്നോ? പരദേശികൾ നമ്മൾ പാട്ട് പാടാം, പരദേശികൾ നാം ഭാഗ്യശാലികൾ. അങ്ങനെ പാടി നടന്നാലാണ് അറിയുന്നേ? അല്ല, പരദേശികളെ കണ്ടാൽ അറിയാം. അതിന് ചെറിയ ഒരു ഉദാഹരണം, നിങ്ങൾക്ക് അറിവുള്ള കാര്യം പറയണമല്ലോ. ചെറിയ ഉദാഹരണം, പഞ്ചാബിൽ നിന്നുള്ള സഹോദരന്മാര് നമ്മുടെ തമിഴ്നാട്ടിലോ കേരളത്തിലോ വന്നാൽ കണ്ടാൽ അറിയാം. എങ്ങനെ അറിയാം? പഞ്ചാബി സഹോദരന്മാർ ലോകത്തിന്റെ എവിടെ പോയാലും അവരെ കണ്ടാൽ അറിയാം. എങ്ങനെ അറിയും? പഞ്ചാബി 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 എന്ന് പറഞ്ഞ് നടക്കാന്നോ? അല്ല, ആദ്യം തന്നെ അവന്റെ തലയെക്കെട്ട് കാണുമ്പോ അറിയാം ഇത് ഗ്യാനി സേൽ സിംഗിന്റെ
കണ്ടാൽ അറിയാം. ഒരു പെന്തിക്കോസുകാരനെ കണ്ടാൽ അറിയണം. ഇപ്പൊ ഉപദേശമാരെ പോലും കണ്ടാൽ സ്റ്റേജിൽ നിൽക്കുമ്പോ അറിയാം, അയ്യോ നമ്മൾ അവിടെ തൂത്തുക്കുടി കണ്ട പുള്ളിയാണോ? തൂത്തുക്കുടി കണ്ടപ്പം ബ്രദർ ആയിരുന്നു, സ്റ്റേജിൽ വന്നപ്പോൾ നീ രാമേശ്വരത്ത് ചെന്നാലും തൂത്തുക്കുടി ഇരുന്നാലും ഇവിടെ വന്നാലും കേരളത്തിൽ വന്നാലും ഡൽഹി പോയാലും അമേരിക്ക പോയാലും നീ ദൈവപൈതലാ. നിന്നെ കണ്ടാൽ അറിയണം. ഇന്ന് രാത്രി തന്നെത്താൻ ചിന്തിച്ചോണം പരദേശിയാണോ എന്ന്. നീട്ടി പാടിയാ പോരാ, തബല വായിച്ചാ പോരാ, ഹാർമോണിയം വായിച്ചാലും പോരാ. എന്നോർത്ത് വായിക്കാതെ ഇരിക്കരുത്, കണ്ടാൽ അറിയണം. സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സിഖ് സഹോദരന്മാർ, പഞ്ചാബി സഹോദരന്മാരെ കണ്ടാൽ അറിയാം പരദേശിയാണ് ഇവിടെ വന്ന്. നിങ്ങളെങ്ങനെ ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയത്തില്ലെങ്കിൽ ഞാനങ്ങ് പറയാം, മുസ്ലിം സഹോദരിമാരെ കണ്ടാൽ അറിയാം. അവരെ കണ്ടാൽ അറിയാം ഇത് മുസ്ലിം വനിതയാണെന്ന്. കണ്ടാലറിയാം. നമ്മുടെ പെണ്ണുങ്ങളെ കണ്ടാൽ പോലും ഇപ്പൊ ചിലരെ അറിയാൻ മേല. അമ്മാമ്മയും പ്രൈസ് ആൻഡ് വർഷിപ്പാണ്. സ്തോത്രം. ഒരു ദൈവ പൈതലിനെ കണ്ടാൽ അറിയാം. എത്ര ആയിരങ്ങളുടെ കൂടെ നിന്നാലും നിന്നെ അറിയാം. നിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അറിയാം ദൈവ പൈതലാണ്. നിന്റെ പ്രകൃതി കാണുമ്പോൾ അറിയാം നീ ദൈവ പൈതലാണ്. നിന്റെ ശൈലി കാണുമ്പോൾ അറിയാം നീ ദൈവ പൈതലാണെന്ന്. അതല്ലേ പത്രോസ് അറിയാനൊക്കെ എന്നെങ്കിലും അവർ പറഞ്ഞു നീ അവന്റെ കൂടെ ഉണ്ടാവണം. പുള്ളി പറഞ്ഞു ഞാനൊന്നും അറിയുന്നില്ലയോ. അത് കഴിഞ്ഞ് നടുമുറ്റത്ത് ചെന്നപ്പം പറഞ്ഞു നീ സൂക്ഷം. അന്നേരം ഇയാളങ്ങ് പ്രാകാൻ തുടങ്ങി. നീമേ അയാളുടെ കൂടെ കൂടിയോ കൊണ്ട് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പോലും. പിന്നെ തീ കാഞ്ഞുകൊണ്ടിരിക്കുക, വെളുപ്പിനെയല്ലേ, തീ കാഞ്ഞുകൊണ്ടിരിക്കുക, തണുപ്പൊക്കെ ഉണ്ട്. എൻ്റെ ഒരു ചിന്ത ഞാൻ പറയുക, ഉപദേശമൊന്നുമല്ല കേട്ടോ, ഉപദേശമല്ലേ, അത് ഒന്നുകൂടെ അതിൻ്റെ മുഖത്ത് നോക്കി പറയട്ടെ, ഉപദേശമല്ലെന്ന്. അല്ലേ അവന്മാർ പിന്നെ നാശം ഒപ്പിച്ച് വെക്കും. ഉപദേശമല്ല, ഒരാശയം പറയുക. അപ്പൊ ഈ തീ കാഞ്ഞുകൊണ്ടിരിക്കുക. അന്നേരം മൂന്നാമതും നീ സൂക്ഷം അവന്റെ കൂടെ തന്നെ. അത് പറയാൻ കാര്യം എൻ്റെ ചിന്തയാ കേട്ടോ. പുള്ളി തീ കാഞ്ഞുകൊണ്ടിരുന്നപ്പം എൻ്റെ ചിന്തയാണ്, തീ ഇങ്ങനെ കാഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പുള്ളി പണ്ട് മുതലേ ഉറക്കക്ഷീണമുള്ള ആളാണ്. ഉറക്കക്ഷീണം. പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയപ്പോഴും കുത്തിയിരുന്നു ഉറങ്ങിയ ആളാണ്. പിന്നെ ഈ രാത്രി മുഴുവൻ ഉറക്കളച്ചായി ഇവിടെ വന്നേ മഹാപുരോഹിതന്റെ അരമനയില്. അവൻ ഈ ഉറക്കക്ഷീണവും തണുപ്പും എല്ലാം കൂടെ വന്നപ്പോൾ തീ കാഞ്ഞുകൊണ്ടിരുന്നപ്പോ എൻ്റെ ചിന്തയാ പുള്ളി എങ്ങനെയോ കണ്ണടച്ചു, തീ മുട്ടിപ്പോ സ്തോത്രം, നീ അവന്റെ കൂടെ തന്നുള്ളവനാ. പിന്മാറ്റത്തിൽ പോയാലും ഒരാഴ്ചയൊക്കെ സ്തോത്രം പറയും. തീക്കങ്ങ കയ്യങ്ങാണ്ട് മുട്ടിയപ്പോ സ്തോത്രം. അന്നേരം ഒരു ഉറപ്പിച്ചു നീ സൂക്ഷം, നീ ബന്ധിക്കോസുകാരനാ. അയ്യോ, ആ ഒറ്റ പിടുത്തത്തിൽ പുള്ളി ആകവാള് വെട്ടി. യേശു ഒന്ന് നോക്കി, ഒന്ന് നോക്കിയാ മതി, മാനസാന്തരം ഉണ്ടാകും. നമ്മൾ വലിയ തിയോളജി എല്ലാം അങ്ങോട്ട് ഇറക്കുക. ന്യൂമറ്റോളജി, ബ്രദറിന് ആന്ത്രോപോളജി അറിയാമോ? എസ്കറ്റോളജിയിൽ ഏതാണ്ട് 78 സബ്ജക്റ്റുകൾ. ന്യൂമറ്റോളജി, ഡ്യൂമിനോളജി, ഏഞ്ചലോളജി, റോഡ് പണി കിടക്കുന്ന തള്ളയുടെ ഏഞ്ചലോളജി. നീ ഓരോ ഓളജിയും പറയണ്ട, കൃപയിൽ നിന്ന് ഒന്ന് നോക്കിയാൽ മതി. ഒറ്റ നോട്ടം യേശു നോക്കിയപ്പോൾ പറഞ്ഞേ തള്ളി പറഞ്ഞ പത്രോസാതിരാവിലെ സമയേ പരനെ തള്ളി പറഞ്ഞ പത്രോസാതിരാവിലെ സമയേ പെരുത്ത ദുഃഖം നിറഞ്ഞു
വേഷം കൊണ്ടറിയാൻ പരദേശിയാന്ന്, ഭാഷ കേൾക്കുമ്പോൾ അറിയാൻ പരദേശിയാന്ന്, ഭക്ഷണക്രമം കാണുമ്പോൾ അറിയാൻ പരദേശിയാന്ന്, സംസാരം കേൾക്കുമ്പോൾ അറിയാൻ നീ പരദേശിയാന്ന്, നിന്റെ ജീവിതവും നടപ്പും ചുറ്റുപാട് പ്രകൃതിയും കാണുമ്പോൾ അറിയാം നീ ഒരു പരദേശിയാ. പറഞ്ഞു കിടക്കുമെന്നും വേണ്ട, അറിയാം. ദൈവത്തിന് മഹത്വം. അതുകൊണ്ടാ യോസേഫ് പറഞ്ഞത്, ഞാനങ്ങ് മരിക്കും, ദൈവം നിങ്ങളെ സന്ദർശിക്കും. അങ്ങനെ സന്ദർശിക്കുമ്പോൾ ഈ മിസ്രയീമിൽ നിന്ന് നിങ്ങൾക്കൊരു പുറപ്പാടുണ്ട്. അങ്ങനെ പുറപ്പെട്ട് കനാനിലേക്ക് പോകുമ്പോൾ എൻ്റെ അസ്ഥിയും കൂടെ കൊണ്ടുപോക്കണം. കാരണം ഞാനിവിടെ 10-15 കൊല്ലം ജീവിച്ചെങ്കിൽ ഇവിടുത്തുകാരനല്ല, ഞാൻ അവിടുത്തുകാരനാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ചിന്ത സദാസമയവും നമ്മെ ഭരിക്കണം. നമ്മൾ ഇവിടുത്തുകാരല്ല, ഇവിടം വിട്ട് നമ്മൾ പോകും. ഈ ചിന്ത എപ്പോഴും നമ്മെ ഭരിച്ചാൽ നമുക്ക് വലിയ ആകുല ചിന്തയൊന്നും വരിക. ഞാൻ നിങ്ങൾ എങ്ങനെ ചിന്തിക്കുമെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് അങ്ങനെയുള്ള വലിയ ആകുല ചിന്തയൊന്നുമില്ല. അങ്ങനെയുള്ള ടെൻഷനേ എനിക്ക്, ഞാനെൻ്റെ ഹൃദയം തുറന്നാ പറയാൻ. നാളെ എങ്ങനെയാ, മറ്റന്നാളെങ്ങനെയാ, കൊറോണ ആയല്ലോ, എങ്ങനെ. കാരണം എന്നെ ഭരിക്കുന്ന ഒരു ചിന്ത, ഞാനിവിടം വിട്ടു പോകേണ്ട ആളാ. തെറ്റിദ്ധരിക്കരുത്, ഞാൻ ഇപ്പോൾ പാർക്കുന്നത് സ്വന്തം വീട്ടിലല്ല, ഭൂമിയിലെ നമ്മുടെ ഒരു വിശ്വാസി സഹോദരൻ താമസിക്കാൻ തന്ന്, സഹോദരന്മാർക്കറിയാം, വളരെ മാന്യമായിട്ട് യോഗ്യമായിട്ട് താമസിച്ചാൽ പോരെ. ചില ഉപദേശമാർ തന്നെ പറയാം, പാസ്റ്ററെ പ്രാർത്ഥിക്കണം, ഞാൻ 38 കൊല്ലമായിട്ട് കർത്താവിൻ്റെ വേലയിലാണ്, ഇന്ന് വരെ ഒരു ഭവനം പിന്നെ ഞായറാഴ്ച കയറുമ്പോൾ നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിക്കാൻ. അത് പുള്ളി വിശ്വസിക്കാനോ? എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം, അത് പ്രസംഗം ചേച്ചാ തിരിച്ചു വന്ന പറഞ്ഞ് ഞങ്ങൾക്കൊരു ഭവനം. എന്നാൽ ഇത് മിണ്ടായിരിക്കണ്ടേ? ഉദാഹരണം, ആ ഒരു സംഭവം, ഒരു ഉപദേശി പണ്ട് പ്രസംഗിച്ചു യേശുവിൻ്റെ വരവ്. അപ്പോൾ നന്നായിട്ട് പ്രസംഗിച്ചു, നല്ലതുപോലെ പ്രസംഗിച്ചു. അപ്പോൾ പ്രസംഗം അങ്ങോട്ട് തുടങ്ങി, അതിൻ്റെ മൂർധന്യാവസ്ഥ വന്നപ്പോൾ ആ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നവർക്ക് മനസ്സിലായി മിക്കവാറും പ്രസംഗം തീരുന്നതിന് മുന്നേ തന്നെ പുള്ളി വരും. അത്ര നല്ല ചേരുവ ചേർത്താ പ്രസംഗിക്കുന്നത്. നമ്മൾ പ്രസംഗിക്കുമ്പോഴൊന്നുമല്ല, നല്ല ഉദാഹരണം അടുക്കടുക്കായിട്ട് അങ്ങോട്ട് ചേർത്ത് ആ പ്രസംഗത്തിൻ്റെ ആ മൂർധന്യാവസ്ഥ വന്നപ്പോൾ ഇരുന്ന ജനത്തിന് തോന്നി പുള്ളി പ്രസംഗിച്ച് തീരുന്നതിന് മുന്നേ മറ്റേ പുള്ളി വരും. അത്ര നല്ല പ്രസംഗം. എന്തായാലും പ്രസംഗം തീർന്നു വന്നില്ല. പ്രസംഗമെല്ലാം കഴിഞ്ഞ് വീട്ടുകാർ ഭക്ഷണം കൊടുത്തു. ഭക്ഷണം കൊടുത്ത കൂട്ടത്തിൽ അവരുടെ രീതി അനുസരിച്ച് ഭക്ഷണമെല്ലാം കൊടുത്തപ്പം ചക്കക്കുരു മെഴുക്ക് വരട്ടി കൊടുത്തു. ചക്കക്കുരു, ഇവിടെ ചക്കക്കുരു എന്നാണോ പറഞ്ഞത്? മെഴുക്ക് വരട്ടി 4ആയിട്ട് പൊളന്ന് നല്ല മെഴുക്ക് വരട്ടി. മീനുമൊക്കെ ഉണ്ടായിരുന്നു, എരിവുള്ള മീൻ കറി. അപ്പോൾ അതും കൊടുത്തു. എരിവുള്ള മീൻകറി എല്ലാം കൂട്ടി. ഒടുവിൽ വീട്ടുകാരൻ പറഞ്ഞു ഭാര്യയോട് പഴം കൊണ്ടുവരാൻ. അപ്പം വീട്ടുകാരി അബദ്ധമായി പഴം മേടിക്കാൻ മറന്നുപോയി. ഉപദേശി എരിഞ്ഞു നിൽക്കുന്നു. വീട്ടുകാരി നല്ല ബുദ്ധിമതിയാണ്. പെട്ടെന്ന് തന്നെ ഒരു പ്ലേറ്റിനകത്ത് 5-8 ചക്കച്ചൊള, തേൻ വരിക്ക, ചക്കയുടെ ചൊള അത് വൃത്തിയാക്കി കൊണ്ടുവന്ന് ഉപദേശി കൊടുത്ത് പറഞ്ഞ്, നമ്മുടെ പ്ലാവേലെ ചക്കയാ, തേൻ വരിക്ക, നല്ല മധുരമാണ്, ആ എരിവൊന്ന് പോട്ടെ കഴിക്കും. പുള്ളി ഒന്നെടുത്ത് കഴിച്ചപ്പം നല്ല രുചിയും നല്ല മധുരവും. ഒന്നുകൂടെ കഴിച്ചപ്പം പിന്നെയും തോന്നി എരിവ് ശമിച്ചു. ആ 8 ചൊളയും പുള്ളി അങ്ങ് കഴിച്ചു. അത് കുഴപ്പമില്ല, പുള്ളിക്ക് കൊടുത്തണം. അത് കഴിഞ്ഞ് പറഞ്ഞ, ചായ ഞാൻ പ്രാർത്ഥിച്ചിറങ്ങട്ടെ. പാസ്റ്ററെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്നപ്പോൾ പ്രാർത്ഥനയുടെ ഒടുവിലത്തെ വാചകമാണ്, എല്ലാ ചുരുപരി വേഗം വരുന്ന കർത്താവിനെ എതിരേൽപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണം. ആമേൻ പറഞ്ഞിറങ്ങി നമ്മുടെ ശൈലി അനുസരിച്ച് കൈമടക്കുമൊക്കെ കൊടുത്തു. അതും സ്തോത്രം ചെയ്ത് മേടിച്ച് വെളിയിലോട്ട് പോയി. മുറ്റത്ത് ചെന്നപ്പോൾ തിരിഞ്ഞേച്ച് പറഞ്ഞു,
അമ്മാമ്മേ ആ കുരു ഒരു 4-5 എണ്ണം കിട്ടിയാൽ കൊള്ളായിരുന്നു. കുരു ചക്കക്കുരു, ചക്കയുടെ കുരു ഒരു 5-6 എണ്ണം കിട്ടിയിരുന്നെങ്കിൽ. അപ്പം അമ്മാമ്മ ചോദിച്ചു, തോരനാന്നോ മെഴുക്ക് പുരട്ടിക്കാണോ എന്ന് ചോദിച്ചു. കാരണം ആദ്യമായിട്ടുണ്ടായ ചക്കയാ, വലിയ ചക്കയല്ല, പക്ഷെ മധുരമുള്ളതാ. അതിൽ നല്ല ചുളയെടുത്ത് ആ പുള്ളിക്ക് കൊടുത്തത്. ആദ്യമായിട്ട് ഒരു ചക്കയെ ഉണ്ടായുള്ളൂ. അപ്പം പുള്ളി ആണോ ചോദിച്ചാൽ കുരു ഒരു 5-6 എണ്ണം. അപ്പം വീട്ടുകാർ ചോദിച്ചു, മെഴുക്ക് പുരട്ടിക്കാന്നോ തോരനാന്നോ? അപ്പോൾ ഉപദേശിച്ച് പറഞ്ഞ് രണ്ടിനും അല്ല, ഈയിടെ ഇച്ചിരി വസ്തു എഴുതിച്ചു, അതിൻ്റെ അതിരെ കുടിച്ചിടാനാണ്. പ്രസംഗിച്ച് വെച്ച തന്നെതാ, വേഗം വരുന്ന ഒരുങ്ങിക്കോളാൻ. പോകാൻ നേരത്ത് പറഞ്ഞത് 5 കുരുവും കൂടെ തരാൻ. മെഴുക്ക് പുരട്ടിക്കാന്നേ വൈകുന്നേരമോ നാളെയോ അങ്ങ് കഴിക്കുമല്ലോ, അതല്ല, അതിരെല്ലാം കൊണ്ട് കുഴിച്ചിടും. അത് കുഴിച്ചിട്ട് കിളിച്ച് ഇല വന്ന് പ്രായമായി തടി മൂത്തെങ്കിലേ ചൊട്ടയുണ്ടായി ചക്ക കുറഞ്ഞതൊരു 5-8 കൊല്ലമെങ്കിലും, പറ കുറഞ്ഞത് 8 അല്ലായിരിക്കും, 5 നമുക്കൊരു 5 കണക്കെടുക്കാം. ഒരോടൊക്കൊണ്ടാകാതെ എനിക്കും പോകാം, നിങ്ങൾക്കും ഇരിക്കാം. ഒരു 5 അതായിക്കോട്ടെ. 5 പ്രസംഗിച്ച് വെച്ചത് വേഗം വരുന്നെന്നാ. വസ്തു മേടിക്കരുതെന്നോ, പ്ലാവ് കുടിച്ചു വെക്കരുതെന്നോ, അല്ല ചക്കക്കുരു കുടിച്ചിടരുതെന്നോ ഒന്നുമല്ല എൻ്റെ വാദം. അതതിൻ്റെ മുറ പോലെ പോട്ടെ. പക്ഷെ ആ പറഞ്ഞ പ്രയോഗം തിരിഞ്ഞുള്ള ആ കുരു ചോദിച്ച ശൈലി ഒക്കുന്നില്ല. സ്തോത്രം. ആട്ടെ, ഞാൻ വിവരിക്കുന്നില്ല. ഞാൻ നിങ്ങൾ ഇവിടെ പരദേശികളാ. ഈ ചിന്ത എപ്പോഴും നമ്മെ ഭരിക്കുന്നെങ്കിൽ ആകുല ചിന്ത പലതും മാറിക്കിട്ടും. യാക്കോബിന്റെ മരണം നല്ല മരണമാ, യോസേപ്പിന്റെ മരണവും നല്ല മരണമാ. ഉൽപ്പത്തി പുസ്തകം 2 അധ്യായം, ഒടുവിലത്തെ 2 അധ്യായം 2 പേരുടെ മരണത്തോടു കൂടിയാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരോട് പറയാ, ഏത് സമയത്തും മരണം എന്നെയും നിങ്ങളെയും പിടികൂടാ. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്കായിട്ട് നിയമിച്ചിരിക്കുക. മരണത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, മരണത്തെ ജയിച്ച യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. മറ്റൊരുത്തനിൽ നിന്നും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ കീഴിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം നസറേയനാകുന്ന യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ആട്ടെ, ഉൽപ്പത്തി പുസ്തകം 2 അധ്യായം 2 മരണം ഒടുവിലത്തെ. അടുത്തത് പുറപ്പാട് പുസ്തകമാണ്. ദൈവജനത്തിന്റെ പുറപ്പാടാണ്. അതാണ് പുറപ്പാട് പുസ്തകം. മിസ്രയീമിയ ഇരുമ്പ് ചൂളയിൽ നിന്ന് ദൈവം ജനത്തെ പുറപ്പെടുവിച്ചു. അടുത്തത് ലേവ്യ പുസ്തകമാണ്. ആ ലേവ്യ പുസ്തകത്തിന്റെ വിഷയം പുറപ്പെട്ട ജനത്തിന്റെ ആരാധനയുടെ ക്രമം എന്ന് പറഞ്ഞാൽ, ദൈവത്താൽ മിസ്രയീം പുറപ്പെട്ട ജനത്തിന് തോന്നുന്നിടത്ത് ആരാധിക്കാനും തോന്നുന്നത് പോലെ ആരാധിക്കാൻ പ്രമാണമില്ല. ആരാധനയ്ക്ക് വ്യവസ്ഥയുണ്ട്. ഇത്ര യാഗങ്ങൾ, ഇത്ര ഉത്സവങ്ങൾ, അതിന്റെ ക്രമങ്ങൾ, ചട്ടങ്ങൾ, വിധികൾ. അതാ ലേവ്യ പുസ്തകം. അടുത്തത് സംഖ്യാപുസ്തകമാണ്. ആ സംഖ്യാപുസ്തകത്തിന്റെ വിശേഷത ഇങ്ങനെ, അവൻ വേർപെട്ട് ദൈവത്തെ ആരാധിക്കുന്ന ജനത്തെ എണ്ണി തിട്ടപ്പെടുത്തുന്ന ദൈവമുണ്ട്. നിന്നെ എണ്ണുന്നൊരു ദൈവമുണ്ട്. ആരും നിന്നെ എണ്ണിയില്ലെങ്കിലും നന്നായിട്ട് അറിയുന്നൊരു ദൈവമുണ്ട്. നമ്മെ മാത്രമാണോ എണ്ണിയിരിക്കുന്നത്? നമ്മുടെ തലമുടി പോലും എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുക. നിന്നെ അറിയുന്നൊരു ദൈവമുണ്ട്. സംഖ്യാപുസ്തകം. ആവർത്തന പുസ്തകത്തിന്റെ വിശേഷത പുതിയ കാര്യമൊന്നുമില്ല, ആവർത്തനമാ. എന്ന് പറഞ്ഞാൽ പഴയ കാര്യമല്ല, ഒന്നുകൂടി ഓർപ്പിക്കുക. അതാണ് ആവർത്തനം. അതെന്തിനാ ഓർപ്പിക്കുന്നത്? മറന്നു പോകുന്നത് കൊണ്ട്. അപ്പം മറവിയുണ്ടോ? ഉണ്ട്. അതല്ലേ സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, അവർ വേഗത്തിൽ അവന്റെ പ്രവർത്തികളെ മറന്നു. മറന്നവരെ ഓർപ്പിക്കുന്ന പുസ്തകമാ ആവർത്തന പുസ്തകം. അതുകൊണ്ടല്ലയോ ആവർത്തന പുസ്തകത്തിലെ പ്രയോഗം, ഇസ്രായേലെ കേൾക്ക, ഇസ്രായേലെ ശ്രദ്ധിക്ക, ഇസ്രായേലെ മറക്കരുത്, ഇസ്രായേലെ ഓർക്കുക, ഇസ്രായേലെ ചെവി ചായ്ക്ക, ഇസ്രായേലെ മറന്നു പോകരുത്, ഇസ്രായേലെ ശ്രദ്ധ വെച്ച് കേൾക്കുക. ഇങ്ങനെയുള്ള പ്രയോഗമാ. എന്ന് പറഞ്ഞാൽ ദൈവം നിങ്ങളെ നടത്തിയ വിധം ഒന്നും മറന്നു പോകരുത്. ഓർത്തോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഞാൻ ഓടിച്ചു പോകാൻ കർത്താവിന് മഹത്വം. അങ്ങനെ പ്രാരംഭത്തിൽ മോശയുടെ പഞ്ചഗ്രന്ഥം, പിന്നെ ചരിത്ര പുസ്തകങ്ങളാ. യോശുവയുടെ പുസ്തകം മുതൽ എസ്തേറിന്റെ പുസ്തകം വരെ ചരിത്ര പുസ്തകം. അതിനുശേഷമായിട്ട് സംഗീത പുസ്തകങ്ങളാണ്. സങ്കീർത്തനോ സദൃശവാക്യോ ആ ഉത്തമഗീതമെല്ലാം, പാട്ടുകളുടെ പാട്ടായ ആ ഉത്തമഗീതമെല്ലാം സംഗീത പുസ്തകങ്ങളാണ്. ഒടുവിലായിട്ട് പ്രവചന പുസ്തകം. ഏതാ?
പഴയ ഏർപ്പാടിനകത്ത് പ്രവചന പുസ്തകം. ആ പ്രവചന പുസ്തകങ്ങളെ രണ്ടായിട്ട് തരംതിരിച്ച് പഠിക്കുന്നു. ഒന്ന് വലിയ പ്രവാചകന്മാരും, രണ്ട് ചെറിയ പ്രവാചകന്മാർ. അതിൽ വലിയ പ്രവാചകന്മാരാണ് യെശയ്യാവ്, യെരമ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ. ചെറിയ പ്രവാചകന്മാരുടെ ഗണമാണ് ഹോശിയ മുതൽ മലാക്കി വരെയുള്ളതായ പ്രവാചകന്മാർ. നമ്മൾ ഇന്ന് രാത്രി വലിയ പ്രവചന പുസ്തകമാകുന്ന യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 6-ാം വാക്യമാണ് വായിച്ചത്. യെശയ്യാ പ്രവാചകന്റെ ഒരു വിശേഷത വേദപണ്ഡിതാക്കൾ കൊടുത്തിരിക്കുന്നത്, ഇദ്ദേഹം ഒരു സുവിശേഷ പ്രവാചകനാണ് യെശയ്യാവ്. കാരണം സുവിശേഷം എന്താന്ന് ചോദിച്ചാൽ ഒറ്റ വാക്ക് പറയാം, കർത്താവാകുന്ന യേശു ക്രിസ്തു. സുവിശേഷം ഒരു മതം മാറ്റുന്ന അതേ പദ്ധതിയല്ല, ഒച്ചപ്പാടും ബഹളോ ഒന്നുമല്ല. സുവിശേഷം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. അത് മറ്റാരുമല്ല, കർത്താവാകുന്ന യേശു ക്രിസ്തു. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ നസറേയനാകുന്ന യേശു ക്രിസ്തുവിന് ഓർത്തുകൊള്ളുക, അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. ആ സുവിശേഷമാണ് ക്രിസ്തു. ആ ക്രിസ്തുവിനെ പറ്റിയാണ് യെശയ്യാ പ്രവാചകൻ ഏറെ പ്രവചിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വേദപണ്ഡിതാക്കൾ യെശയ്യാവിന് കൊടുത്തിരിക്കുന്ന വിശേഷണമായ ഒരു പദം, ഇദ്ദേഹം ഒരു സുവിശേഷ പ്രവാചകനാണ്. യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവി, കർത്താവിന്റെ ജീവിതത്തിന്റെ ഓരോ വശങ്ങൾ, യേശു എവിടെ ജനിക്കും, എങ്ങനെ ജനിക്കും, ആരെക്കൂടി ജനിക്കും, എപ്പോൾ ജനിക്കും, ജനിച്ചു കഴിഞ്ഞ് എന്തൊക്കെ കഴിക്കും, എവിടേക്കൊക്കെ യാത്ര ചെയ്യും, ആദ്യത്തെ പ്രസംഗം, ആദ്യത്തെ ശുശ്രൂഷ, തൻ്റെ കഷ്ടാനുഭവങ്ങൾ, പങ്കപ്പാടുകൾ, പീഡകൾ, മരണം, അടക്കം, ഉയർപ്പ്, സ്വർഗാരോഹണം, തിരിച്ചുള്ള വരവ്, അതിനുശേഷം അത് പീഡാകാലം, 1000 ആണ്ട് വാഴ്ച, പിന്നെ നിത്യത, ഇതെല്ലാം കൃത്യം പ്രവചിച്ച പ്രവാചകനായ യെശയ്യാവ്. അപ്പൊ യെശയ്യാ പ്രവാചകനെ അതുകൊണ്ട് സുവിശേഷ പ്രവാചകൻ എന്ന് ഒരു ബഹുമാനം കൊടുത്തിട്ടുണ്ട്. തന്റെ ഭാര്യയും പ്രവാചകയായിരുന്നെന്ന്. ഭാര്യയും ഭർത്താവും പറ, അതൊരു വലിയ അനുഗ്രഹമാണ്. ഒരാൾ തന്നെ പ്രവചിക്കുമ്പോഴാണ് വിഷയമാകുന്നത്. രണ്ടുപേരൂടെ പ്രവചിക്കാന്നേ. ഭാര്യ തന്നെ അങ്ങ് പ്രവചിച്ച് നടന്നാൽ കുടുംബത്തിൽ അസ്വസ്ഥത. കാരണം ഭർത്താവിന് കാപ്പി പോലും വിട്ടുകൊടുക്കില്ല. അമ്മമ്മയ്ക്ക് ശുശ്രൂഷയുണ്ട്. ഇന്നും രാവിലെ ബാഗ് എടുത്ത് അങ്ങ് ശുശ്രൂഷ. ഭർത്താവ് എഴുന്നേറ്റപ്പോൾ കണി കാണാൻ പോലുമില്ല. അന്നേരം പറഞ്ഞ് ഞാൻ പകുതി വഴിയായിരുന്നു ശുശ്രൂഷ. പിള്ളേരുടെ കാര്യവും നോക്കാത്ത ചില ശുശ്രൂഷക്കാരുണ്ട്. ഭർത്താവിൻ്റെ കാര്യവും നോക്കാത്ത ചില ശുശ്രൂഷക്കാരുണ്ട്. അപ്പം അത് പിന്നീട് പ്രശ്നമുണ്ടാകും. ചിലടത്ത് ഭർത്താവ് തന്നെ അങ്ങ് പ്രവചിച്ച് നടക്കുക, വീട്ടിലോട്ട് പോകുന്നേ ഇല്ല, പ്രവചിച്ചങ്ങ്. ഭാര്യയും പിള്ളേരും വിളിക്കുമ്പോഴെല്ലാം പരിധിക്ക് പുറത്താ. ഇത് രണ്ടും കുഴപ്പടിയാ. രണ്ടും ഇവിടെ അങ്ങനല്ല. യെശയ്യാവും പ്രവാചകനാ, ഭാര്യ പ്രവാചകിയാ. ഒരു കൊച്ചുമൊക്കെ ഉണ്ടായി മകരശാലയിൽ ഹാഷ് ബസ്. അതെ, അപ്പൊ ഈ പ്രവാചകൻ സുവിശേഷ പ്രവാചകനാ. ദൈവത്തിന് മഹത്വം. അദ്ദേഹം യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവിയെ ആത്മാവിൽ ദർശിച്ച് പ്രവചിച്ച പല ഭാഗമുണ്ട്. അതിലൊരു ഭാഗമാണ് ഇന്ന് രാത്രി കുറുവാക്യമായിട്ടിവിടെ വായിച്ചത്. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. പിന്നെ ഈ രണ്ടുപേർക്ക് മൈക്ക് തന്നെ എന്തിനാ? നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു. നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിലിരിക്കും. പിന്നെ അവൻ അത്ഭുതമന്ത്രി. നമ്മുടെ കർത്താവാകുന്ന മിശിഹാനപുരാൻ ജനിക്കുന്നതിന് 1750 വർഷം മുൻപ് ആത്മാവിൽ ദർശിച്ച് പ്രവചിച്ച പ്രവചന സൂക്തമായ യേശുവിനെ പറ്റി. ആ യേശുവിന് വിശേഷതകൾ ഒത്തിരിയുണ്ട്. അതിലൊരു വിശേഷണ പദമാണ് ഇന്ന് രാത്രി എന്നെ പിടിച്ചു കുളിക്കത്. അവിടുന്ന് അത്ഭുതമന്ത്രിയാ. ഞാനും നിങ്ങളും ആരാധിക്കുന്ന, സേവിക്കുന്ന, സ്നേഹിക്കുന്ന, നമ്മെ രക്ഷിച്ച് വീണ്ടെടുത്ത നമ്മുടെ മിശിഹാനമ്പുരാന്റെ ഒരു വിശേഷതയാണ് അവിടുന്ന് അത്ഭുതമന്ത്രിയാ. ഇന്ന് രാത്രി അത്ഭുതമന്ത്രിയാകുന്ന നസറായൻ ഇതിന്റെ നടുവ് ഉലാവിക്കൊണ്ടിരിക്കുക. അവിടുന്ന് അത്ഭുതമന്ത്രിയാ. കർത്താവിന് വിശേഷണമായ പേരുകൾ ഒത്തിരിയുണ്ട്. പഴയ നിയമത്തിൽ ദൈവത്തിന് വിശേഷമായ പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഏലോഹി, പിന്നെ എൽഷദായി, പിന്നെ നിങ്ങൾ കുറെ പറ. ഇമ്മാനുവേല്, യഹോവ ശമ്മ, യഹോവ ഷാല്, യഹോവ ഇരേ, യഹോവ റാഫ, പിന്നെ എൽഷദായി. അതാ പ്രൈസ് ദി ലോർഡ്.
വിശേഷണമായ ഒത്തിരി പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. സാറ് കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗമുണ്ട് ഇങ്ങനെ: ഇലോകി ശദ്ധായി യു യലോകി അഡോണായി വിലോപമെന്യേ യാഗ്വേ യഹോവയാകുന്നെല്ലാം മോശീയ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള നാമം ഈശനാൽ പ്രകർഷിതമെന്നേ വേണ്ടു. അപ്പോൾ യഹോവയാകുന്നല്ല മോശീയ ഗ്രന്ഥങ്ങളിൽ. ആ ഭാഗം ഒന്നും എടുക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാം. ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേക പദം അവിടുന്ന് അത്ഭുത മന്ത്രിയാ. ഞാനും നിങ്ങളും ആരാധിക്കുന്ന യേശു ക്രിസ്തു അത്ഭുത മന്ത്രിയാ. ലോകത്തിൽ പലയിടത്തും, വിശേഷിച്ച് ഇന്ത്യയിലും കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ മന്ത്രിമാർ ധാരാളമുണ്ട്. പക്ഷെ ഇന്ന് വരെ ഒരു അത്ഭുത മന്ത്രി ഉണ്ടായിട്ടുമില്ല, ഇനി ഉണ്ടാകുകയില്ല. സ്തോത്രം. ഇന്ന് വരെ ഒരു അത്ഭുത മന്ത്രി ഉണ്ടായിട്ടുമില്ല, ഇനി ഉണ്ടാകാൻ പോകുന്നുമില്ല. അത്ഭുത മന്ത്രി ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. പ്രൈസ് ദി ലോർഡ്. അവിടുന്ന് വിശേഷതയുള്ളവനാ. ഈ പേര് തന്നെ തമിഴിൽ എങ്ങനെയാ കൊടുത്തേക്കുന്ന അത്ഭുത മന്ത്രിക്ക്? എങ്ങനെ? മയക്കൂടെ വായിക്കാം. ഇതൊരു അതിശയം തന്നെ. മൈക്കൂടെ വായിക്കാം. ഒന്നുകൂടെ വായിരും. അല്ലല്ലോ, ഒന്നുകൂടെ വായിച്ചേ. എങ്ങനെ? അതിശയമാനവർ അല്ലേ? അതിശയമാനവർ. നാളെ വായിക്കാൻ വരണേ, പണങ്ങി പോകരുതേ. അതിശയമാനവർ. അപ്പൊ ഞാനും നിങ്ങളും ആരാധിക്കുന്ന യേശു ക്രിസ്തു അതിശയമാണ്. ഈ അതിശയം എന്ന് പറയുമ്പോൾ കേരളക്കാർക്ക് ഒരു അതിശയത്തെ പറ്റി അറിയാം. അത് ART അതിശയം. കേരളത്തിലെ ഒരു പഴയ ചർച്ചക്കോടിന്റെ ഓവർസിയർ ഉണ്ടായിരുന്നു, PAV സാൻ. അടുത്ത കാലത്താ മരിച്ച. അദ്ദേഹത്തിന്റെ പിതാവ് തമിഴ്നാട്ടുകാരനാ. ART അതിശയം, തങ്കയ്യാച്ചൻ എന്ന് പറയും. അതിശയം, ART അതിശയമെന്ന്. അരുമനായകൻ നേശമണി തങ്കയ്യ അതിശയം. ആ അതിശയമല്ല ഈ അതിശയം. അത് വേറൊരു അതിശയം, ഇത് സാക്ഷാൽ അതിശയം. നസറയനാകുന്ന യേശു ക്രിസ്തു. പേര് തന്നെ അതിശയമെന്ന. ഒരു ഉദാഹരണം, ഒത്തിരി ഉണ്ട്. ഒരു ഉദാഹരണം, പണ്ട് മാനോഹയ്ക്കും കുടുംബത്തിനും പിള്ളേരില്ല. നമ്മുടെ മാനോഹ, സാംസന്റെ സാംസൺ. അപ്പൊ മാനോഹയ്ക്ക് തന്റെ കുടുംബത്തിൽ തലമുറയില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ മാനോഹയുടെ ഭാര്യയുടെ അടുക്കൽ ദൂതൻ വന്നു. ദൂതനുമായിട്ട് കാര്യമൊക്കെ പറഞ്ഞ് അവസാനം ഭാഗമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. സ്തോത്രം. അപ്പൊ അങ്ങനെ കാര്യമെല്ലാം പറഞ്ഞ് തമ്മിൽ സംസാരിച്ചു. ദൂതനങ്ങ് പോയി. ദൂതൻ പോയി കഴിഞ്ഞപ്പോൾ മാനോഹ വന്നു. മാനോഹ വന്നപ്പോൾ ഈ സഹോദരി മാനോഹയോട് കാര്യമെല്ലാം പറഞ്ഞു. പിന്നെ നിങ്ങളില്ലാഞ്ഞപ്പോൾ ഒരു ദൂതൻ വന്നു. ശരിയായ നിലപാട് അങ്ങനെ ഭർത്താവിനോട് പറയണം. ദൂതനല്ല, വ്യായി വന്നാൽ പോലും പറയുകയല്ല. ഈ അമ്മ പറഞ്ഞു. അപ്പൊ ഇവർ തമ്മിൽ സംസാരിച്ച കാര്യം ഞാൻ വിവരിക്കുന്നില്ല. സംസാരിച്ച കാര്യമെല്ലാം കൂടെ പറഞ്ഞു പോയി ചോദിച്ചു, എടീ വന്ന പുള്ളിയുടെ പേരെന്നാന്ന് ചോദിച്ചോ? അയ്യോ അത് ഞാൻ മറന്നുപോയി. വീട്ടിൽ വരുന്നവന്റെ പേര് ചോദിക്കണ്ടേ? ഇനി ആട്ടെ, ചിലപ്പോൾ നാളെ വരാൻ സാധ്യത ഉണ്ട്. അങ്ങനെ പിറ്റേന്ന് വീണ്ടും വന്നപ്പോ ചോദിച്ചു, നിന്റെ പേരെന്നാന്ന് ചോദിച്ചു. അപ്പൊ പേര് പറഞ്ഞ എന്നാ? അതിശയം. വായിച്ചേ, 13:18 ന്യായാധിപന്മാരുടെ പുസ്തകം 13:18 എടുത്തേ. അതിശയം എന്നാ പേര്. യഹോവയുടെ ദൂതൻ തമിഴിൽ വായിച്ചിട്ട്, அதற்கு கர்த்தருடைய தூதனானவர் என் நாமம் என்ன என்று கேட்க வேண்டியது என்ன, அது அதிசயம் என்றார். മലയാളത്തിൽ വായിരേ. യഹോവയുടെ ദൂതൻ അവനോട് എന്റെ പേര് ചോദിക്കുന്നത് എന്ത്? അത് അതിശയമാ. അപ്പോൾ അവിടെ വന്നത് അതിശയമാ. അത്ഭുത മന്ത്രി. ഞാനും നിങ്ങളും ആരാധിക്കുന്ന യേശു ക്രിസ്തുവിന്റെ വിശേഷത അവിടുന്ന് അത്ഭുത മന്ത്രിയാ. ഇന്ന് രാത്രി അത്ഭുത മന്ത്രിയാകുന്ന നസ്രായൻ നമ്മുടെ നടുവ് ഉലാവിക്കൊണ്ടിരിക്കുക.
നിന്റെ കുടുംബത്തിനകത്ത് ഇന്ന് രാത്രി അത്ഭുതം നടക്കും. നിന്റെ ജീവിതത്തിൽ ഇന്ന് രാത്രി അത്ഭുതം നടക്കും. നിന്റെ സന്തതി ആയിരിക്കുന്നിടത്ത് ദൈവം അത്ഭുതം ചെയ്യും. ഈ സഭയിൽ അത്ഭുതം നടക്കും, ദേശത്ത് അത്ഭുതം നടക്കും. അവൻ ഞാനും നിങ്ങളും ആരാധിക്കുന്ന യേശു ക്രിസ്തു അത്ഭുത മന്ത്രിയാണ്. ഹല്ലേലൂയ. അതെ, ഒത്തിരി കാര്യം പറയാനുണ്ടെങ്കിലും നിശ്ചയിക്കപ്പെട്ട സമയപരിധിയിൽ ഈ ശുശ്രൂഷ ഇന്ന് രാത്രി അവസാനിപ്പിക്കും. ദൈവം അനുവദിച്ചാൽ നാളെ മറ്റന്നാളുമൊക്കെ ഏറെ സമയം വചനം ധ്യാനിക്കാം. അപ്പോൾ അവിടുന്ന് അതിശയമാണ്, അത്ഭുത മന്ത്രി. നമുക്കറിയാം നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ ആദ്യത്തെ അത്ഭുതം. അത് സൺഡേ സ്കൂളിലെ പിള്ളേർക്ക് അറിയാം. ഏതാ മോളെ ആദ്യത്തെ അത്ഭുതം? ഉറക്കം പറ. കാനാവിലെ കല്യാണ വീട്ടിൽ നമ്മുടെ കർത്താവാകുന്ന അതിശയം പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. അങ്ങനെ എഴുതിയേക്കുന്നത് യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി. വായിച്ചേ, 2-ാം അധ്യായത്തിന്റെ 11 യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. ആദ്യം തമിഴ് വായിക്കണം, അത് കഴിഞ്ഞ് മലയാളത്തിൽ. നിങ്ങൾ വാക്യം വായിക്കുമ്പോൾ ആദ്യം തമിഴിൽ വായിച്ചോണം, അതിനുശേഷമായിട്ട് മലയാളത്തിൽ വായിക്കണം. രണ്ടുപേരും മൈക്കിൽ കൂടെ വായിക്കണം, അത് വ്യക്തമായിട്ട് വായിക്കണം. വായിച്ചേ, ആദ്യം തമിഴിൽ വായിക്കാം, പിന്നെ മലയാളം. 3-ാം നാളിലെ വായിച്ചോ. ഗലീലയിലുള്ള കാനാവൂരിലെ ഒരു കല്യാണം നടന്നത്. അത് നടന്നോട്ടെ, എനിക്കെതിരൊന്നുമില്ല. പക്ഷേ 11-ാമത്തെ വാക്യം വായിര്. 11. இவ்விதமாக இயேசு இந்த முதலாம் அற்புதத்தை கலிலியாவிலுள்ள கானாவூரிலே செய்து தம்முடைய மகிமையை வெளிப்படுத்தினார். അപ്പൊ യേശു ക്രിസ്തു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ചെയ്തെന്നാ മലയാളത്തിൽ വായിച്ചേ. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി. കർത്താവിന്റെ മഹത്വം ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി. ഇത് ആദ്യത്തെ അത്ഭുതമാണ് യേശു ക്രിസ്തുവിന്റെ. നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു ജഡാവതാരമെടുത്ത് വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്ത് ഈ ഭൂമിയിൽ അവിടുന്ന് കന്യാസൂരമായി പിറന്ന് ആമ 12 വയസ്സ് വരെ വീട്ടിൽ നിന്ന് ഒടുവിൽ 12-ാമത്തെ വയസ്സിൽ പള്ളിയിൽ ചെന്ന് പരീശൻ ശാസ്ത്രിമാരുടെ നാവടക്കത്തക്ക നിലകളിൽ ന്യായപ്രമാണത്തിൽ ഉച്ചരിച്ചു. അവർ ശാസ്ത്രിമാരൊക്കെ അമ്പരന്ന് പോയി. വർഷങ്ങളായിട്ട് അവർ പഠിച്ച് ഊപ്പാട് വന്നിട്ട് പോലും ഒക്കുന്നില്ല. അപ്പം 12-ാമത്തെ വയസ്സിൽ ചെറുക്കൻ അവിടെ ചെന്ന് കയറിയിരുന്ന് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അതിന് മറുപടിയും കൊടുത്ത് തിരിച്ച് അങ്ങോട്ട് ചോദ്യമൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ശാസ്ത്രിമാർ അമ്പരന്ന് പോയി. 12-ാം വയസ്സിങ്കൽ യേശുവേ നീ നിന്റെ തന്തതല്ലയോടൊരുമി ചീജകേണം. 12-ാം വയസ്സിങ്കൽ യേശുവേ നീ നിന്റെ തന്തതല്ലയോടൊരുമി ചീജകേണം. സംപ്രതിപതിച്ച വീട് കണ്ട ശാസ്ത്രി വൈര്യരോട് ധർമ്മഭാഷണം നടത്തിയേ മോദിച്ചും നീ സിയോൻ മണവാളനെ. ശ്രീ നരപതിയെ സിയോൻ മണവാളനെ. നാശപാത്രമായ ലോകം ആകെയുത്തരിപ്പതിന് കന്യകയിൽ ജാതനായി വന്ന ശ്രീ നരപതിയെ സിയോൻ മണവാളനെ. അതിന്റെ വോളിയം ഇച്ചിരി താഴ്ത്തി നിർത്തണം. എൻ്റെ പാട്ട് എനിക്ക് അങ്ങോട്ട് സുഖമാണ്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ധാരണയുണ്ടോ? ഇത് പറഞ്ഞെന്നോർത്ത് എൻ്റെത് കുറയ്ക്കുകയും ചെയ്യരുത്. എനിക്ക് മനസ്സിലാകും, എനിക്ക് പറയാനറിയാമെങ്കിലും എന്തെങ്കിലും കൃത്രിമം കാണിച്ച പെട്ടെന്ന് എനിക്ക് പിടികിട്ടും. അപ്പം നമ്മൾ 4 പേര് ഒരു ധാരണ വേണം. ഇന്നും നാളെ ഇവിടെ നിൽക്കാം. ഇത് പരുവക്കേടാണ്. 12-ാം വയസ്സിങ്കൽ യേശുവേ നീ നിന്റെ തന്തതല്ലയോടൊരുമി ചീജകേണം. 12-ാം വയസ്സിങ്കൽ യേശുവേ നീ നിന്റെ തന്തതല്ലയോടൊരുമി ചീജകേണം. സംപ്രതിപതിച്ച വീട് കണ്ട ശാസ്ത്രി വൈര്യരോട് ധർമ്മഭാഷണം നടത്തിയേ മോദിച്ചും നീ സിയോൻ മണവാളനെ.
നരപതിയെ സിയോൻ മണവാളനെ നാശപാത്രമായ ലോകം ആകെയുത്തരിപതിന് കന്യകയിൽ ജാതനായി വന്ന ശ്രീ നരപതിയെ സിയോൻ മണവാളനെ ശ്രീ നരപതിയെ സിയോൻ മണവാളനെ ശ്രീ നരപതിയെ സിയോൻ മണവാളനെ. അപ്പൊ ശ്രദ്ധിക്കുക, ആ അതിശയ മന്ത്രി, അത്ഭുത മന്ത്രി ഈ പരുവത്തിന് പോണം. നന്നായിരിക്കും. ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, കാനാവിലെ കല്യാണ വീട്ടിൽ യേശു ആദ്യത്തെ അത്ഭുതം ചെയ്തു. അതാണ് 2:11 യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി. ഈ ഗലീലയിലെ കാനാവിൽ വെച്ച് ആദ്യത്തെ അത്ഭുതം ചെയ്യുന്നത് ഗലീലയിലെ കാന. അതെന്തിനായി കാനായി വെച്ച് തന്നെ ആദ്യത്തെ അത്ഭുതം? വേറെ എങ്ങും അത്ഭുതം ചെയ്യാനത്തില്ലേ? വേറെ എത്രയോ സ്ഥലം കിടപ്പുണ്ട്, ഏതെല്ലാം സ്ഥലമുണ്ട് പലസ്തീനിൽ. പിന്നെ ആദ്യത്തെ അത്ഭുതം ഈ കാനായി തന്നെ വരാൻ കാര്യം അല്ല. എന്റെ ഭാഷയിൽ വചനത്തെ കൂട്ടുപിടിച്ച് പറഞ്ഞാൽ ഒരു പ്രവചനത്തിന്റെ നിവൃത്തിയാണ് കാനായി തന്നെ തുടങ്ങാൻ കാര്യം. കാരണം മുമ്പേ പറഞ്ഞ ഭാഗത്തേക്ക് ഒന്നുകൂടെ വരാം. ഗോത്രപിതാവാകുന്ന യാക്കോബ് തന്റെ തലമുറകളെയെല്ലാം കൂടെ ഭാവികാലം സംബന്ധിച്ച് അനുഗ്രഹിച്ച് വന്ന കൂട്ടത്തിൽ ആശേർ ഗോത്രത്തോടൊരു ദൂത് പറഞ്ഞു. ആശേരോ, നിന്റെ ആകാരം പുഷ്ടിയുള്ളത്, നീ രാജകീയ സാധുഭോജനം കൊടുക്കുമെന്നാണ് 49:20 വായിച്ചേ. ആശേരുടെ ആകാരം കൊളുമയായിരിക്കും. എന്തുവാ കൊളുമൈ? അതിന്റെ മീനിങ് അർത്ഥം എന്നാ? പുഷ്ടിയാ. ആശേരോ, നിന്റെ ആകാരം പുഷ്ടിയുള്ളത്. ഒത്തു ബൈര്. രാജാക്കൾക്ക് വേണ്ടിയ രുചിവാക്കങ്ങളെ അവൻ തരുവാൻ. രാജാക്കൾക്ക് വേണ്ടിയ രുചിവർക്കങ്ങളെ, രാജഭോജനം എന്ന സ്വാദ് ഭോജനം. രാജാക്കൾക്ക് വേണ്ടിയ രുചിവർക്കങ്ങളെ അവൻ തരുവാൻ. മതി. ഇനി മലയാളത്തിൽ വായിരും. ആശേരോ, അവന്റെ ആഹാരം പുഷ്ടിയുള്ളത്. ആശേരോ, അവന്റെ ആഹാരം പുഷ്ടിയുള്ളത്. അവൻ രാജകീയ സ്വാദുഭോജനം നൽകും. അവൻ രാജകീയ സാധുഭോജനം നൽകും. മതി. അപ്പൊ ആശേറിനോട് ഗോത്രപിതാവാകുന്ന യാക്കോബ് മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞൊരു പ്രവചനമാ, നീ രാജാവിന്റെ രാജഭോജനം കൊടുക്കും, രാജകീയ സാധുഭോജനം കൊടുക്കും, പുഷ്ടിയുള്ള ആഹാരം കൊടുക്കും. ഈ പ്രവചനം ഇങ്ങനെ കിടക്കുക. അതിനുശേഷമായിട്ട് യാക്കോബ് മരിച്ചു. ഇവര് മിസ്രയീമൊക്കെ വന്നു. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് കനാനിലെത്തി. കനാനിലേക്ക് കുടിയേറി കഴിഞ്ഞപ്പോൾ ഗോത്രങ്ങൾക്ക് ദേശമെല്ലാം കൂടെ പകുത്ത് കൊടുത്തപ്പോൾ ആശേർ ഗോത്രത്തിന് കിട്ടിയ അവകാശ ഭൂമിയിൽപ്പെട്ടതാണ് കാന. അതുകൊണ്ട് ആ സൂക്ഷം കാനായിലെ അത്ഭുതം ആദ്യം ചെയ്തത്. ആശേർ മക്കൾക്ക് അവകാശമായി കൊടുത്ത ഭൂമി പെട്ടതാണ് കാന. എല്ലാ വാക്യവും വായിപ്പിക്കാൻ നേരമില്ല. യോശുവയുടെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 24 മുതൽ ആദ്യം തമിഴിൽ വായിക്കണം, പിന്നെ മലയാളത്തിലാണ്. കണ്ണിക തുടങ്ങുന്നത് 24. തമിഴിലൊന്ന് വായിച്ചേ ആദ്യം. ഇസ്രായേൽ പുത്രരെ നോക്കി 24 വായിക്കുന്നേ? 19. ഉங்கள் ദേവനായ കർത്താർ. യോശുവയുടെ പുസ്തകമാണോ എടുത്തേക്കുന്നേ? അതാ 5-ാം സീറ്റ് ആശേർ മക്കൾക്കാണ്. 19:24 യോശുവയുടെ പുസ്തകം 9 എടുത്തത്. പാവം. 19:24 19:24. എന്നാലും നല്ല കൃത്യമായിട്ടാ വായിക്കുന്നേ. 5-ാം നാട്ട് ആസോർ പുത്രരുடைய கோத்திரத்துக்கு விழுந்தது. அவர்களுடைய വംശങ്ങളിൻപടി അവർക്ക് கிடைத்த എல்லை എല്ലാം വായിക്കാൻ നേരമില്ല. അപ്പോൾ 19:24 വാക്യം വായിക്കുന്നത് ആശേർ മക്കൾക്ക് അവകാശമാക്കി കൊടുത്ത ഭൂമിയുടെ കണക്കാ. ആ കണക്കിനോട്ട് പറഞ്ഞു വരുമ്പോൾ 26-ാം വാക്യം മുതൽ വായിച്ചേ. മലയാളത്തിൽ വായിച്ചു, സമയം പോകുന്നു.
അല്ലമ്മലക്ക്, അമാദ്, മിശാൽ എന്നിവയായിരുന്നു. ആ അത് പടിഞ്ഞാറോട്ട് കർമ്മയിലും ആ ഷീഹോർ ലിബ്നാത്തും വരെ എത്തി. ആ സൂര്യോദയത്തിന് നേരെ ബേത്ദാഗോനിലേക്ക് തിരിഞ്ഞ് സെബൂലൂനിലും ബേത്തെമേക്കിലും നെയ്ത്തേലിലും നെയ്യിലേലിലും നമ്മുടെ പരുത്തമ്പാറ ഒരു സഭയുണ്ട്, നെയ്യേല്. അത് ഇവിടുന്ന് എടുത്തതാ. നെയ്യേലിലും പിന്നെ ഇബ്താഹ് ഏൽ താഴ്വരയിലും എത്തി. ഇടത്തോട്ട് കാബൂല്, ഹെബ്രോൻ, രഹോബ്, ഹമോൻ, കാന മതി. കാന. അപ്പോൾ ആശേർ മക്കൾക്ക് അവകാശമായി കൊടുത്ത ഭൂമിയാണ് കാന. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 3-ാം നാൾ ഗലീലയിലെ കാനായി കല്യാണം ഉണ്ടായി. അപ്പൊ ഈ കാനാവിൽ വെച്ചാണ് 2:11 ആദ്യത്തെ അത്ഭുതം ചെയ്തത്. പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. അത് രാജകീയ ഭോജനം അങ്ങ് കൊടുത്തു. അതല്ലേ ഈ പച്ചവെള്ളം വീഞ്ഞാക്കി അത് കുടിച്ചവന്മാര് പറഞ്ഞു, ഇത് നേരത്തെ ഇത്ര വീര്യമുള്ളത്. അത് രാജകീയ സാധുഭോജനം കൊടുത്തു. കാനായിലെ കല്യാണ നാളിൽ, കാനായിലെ കല്യാണ നാളിൽ ശുദ്ധ ജലത്തെ വീഞ്ഞാക്കി തീർത്ത, ശുദ്ധ ജലത്തെ വീഞ്ഞാക്കി തീർത്ത കരുണാനിധിയെ കനിയണം ദിനവും, കരുണാനിധിയെ കനിയണം ദിനവും. ദേവാ ദേവാ ത്രിലോകനാഥ, ദേവാ ദേവാ ത്രിലോക. കാനായിലെ കല്യാണ നാളിൽ, കാനായിലെ കല്യാണ നാളിൽ ശുദ്ധ ജലത്തെ വീഞ്ഞാക്കി തീർത്ത കരുണാനിധിയെ കനിയണം ദിനവും, കരുണാനിധിയെ കനിയണം. അത് ഓടിച്ചു പോകാം. അപ്പൊ ആദ്യത്തെ അത്ഭുതം കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. അത് രാജകീയമായ ഈ പാനീയം കൊടുക്കാൻ കാര്യം ഉൽപ്പത്തി 49:20 ആശേറിന് വാഗ്ദത്തം കൊടുത്തതാ, നീ രാജകീയ സ്വാദഭോജനം കൊടുക്കും. അങ്ങനെ ആശേറിന് അവകാശമായി കിട്ടിയ സ്ഥലമാണ് കാന. അതുകൊണ്ട് ആദ്യത്തെ അത്ഭുതം കാനാവ് നടത്തിയത്. അത് വിവരിക്കുന്നില്ല. ആ അത്ഭുതവും അതിന്റെ ചരിത്രമൊക്കെ എന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾക്കറിയാം. നമ്മളെക്കാൾ നന്നായിട്ട് ഇവരെല്ലാം അത് പ്രസംഗിക്കുകയും ചെയ്യും, പ്രസംഗിച്ചേച്ചുമായിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ദീർഘമാക്കുന്നില്ല ഭാഗം. ഇത് യോഹന്നാന്റെ കല്യാണമാണെന്ന വേദപഠിതാക്കളിൽ ചിലർ പറയുന്നത് അമ്മ വഴി എഴുതിയനിക്ക് ബന്ധവുമാണ്. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചു. കർത്താവും ശിഷ്യന്മാരും കല്യാണ വീട്ടിൽ ചെന്നു. ഞാൻ വിവരിക്കേണ്ട, നിങ്ങൾക്ക് അറിയാമല്ലോ, അതുകൊണ്ട് വിസ്തരിക്കുന്നില്ല. അങ്ങനെ യഥോചിതം വിളിച്ചവരെയെല്ലാം സൽക്കരിച്ച് അവരുടെ നിലയും നിലപാടും ഒക്കെ അറിഞ്ഞ് അവരെ സൽക്കരിക്കുക. അങ്ങനെ ഇരിക്കുമ്പം എൻ്റെ ശൈലിയാ കുശിനിക്കകത്തൊരു കുശുകുശിപ്പ്. കുശിനി അതെന്താന്ന് ചോദിച്ചാൽ വീഞ്ഞു തീർന്നു. അപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾ എത്ര പേരെയാണ് വിളിച്ചെന്ന് വല്ലതും കേൾക്കാതെ? പറഞ്ഞു, ഞങ്ങൾ വിളിച്ചതിൽ ഒരു 50 പേരെയും കൂടെ കൂടുതൽ വെച്ചാൽ നമ്മൾ വീഞ്ഞ് ഒരുക്കിയത്. ഇനിയിപ്പോൾ ഇത് തികയാതെ വന്നേ എന്നാ വിളമ്പിയവരുടെ കുറ്റമായിരിക്കും. ആദ്യം വന്നവർക്ക് കോരി കൊടുത്തു. ആണ്ട് അടിച്ച് പൂസായി അവിടെ വേവിച്ചനവിടെ കിടപ്പുണ്ട്. അമ്മ സഭയുടെ സെക്രട്ടറി, പുള്ളി ആദ്യം അടിച്ചത്. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. അത് വിളമ്പിയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണ്ടേ. അപ്പം ബോധമുള്ളൊരുത്തം പറഞ്ഞ് അത് വേവിച്ചും കുടിച്ചതിൻ്റെയും വിളമ്പിയൻ്റെയും ഒന്നുമല്ല. പിന്നെന്നാ, എടാ ഇവിടെ വന്നത് യേശുവാ. ഈ വന്നിരിക്കുന്നത് ആരാ? യേശു. അവിടുന്ന് എവിടെ ചെന്നാലും ആള് കൂടും. ആരെ ക്ഷണിക്കുവൊന്നും വേണ്ട, അവൻ്റെ ശ്രുതി ചെല്ലുന്നിടത്തെല്ലാം ആള് കൂടും. അതാ വീഞ്ഞു തീരാൻ ഒരു കാരണം. അപ്പൊ കുശനിയിൽ കുശുകുശിപ്പ്. പിന്നെ ആളുടെ വണ്ടിക്ക് വന്നിറങ്ങുന്നു. ഇവിടെ ഇത് നാണക്കേടാകുമല്ല. അപ്പം കലവറക്കാര് ഒരു കമ്മിറ്റി കൂടി, കലവറ കമ്മിറ്റി. ചില സഭകളിലൊക്കെ മൊത്തം അങ്ങ് കമ്മിറ്റി, എല്ലാത്തിനും അങ്ങ് കൺവെൻഷൻ കമ്മിറ്റി, ഫുഡ് കമ്മിറ്റി, വിജിലൻസ് കമ്മിറ്റി, മുഴുവൻ നമ്മൾ കർത്താവ് ഈ കൺവെൻഷനിൽ ദൂതന്മാരെ ഇറക്കണം. നോക്കിയപ്പോൾ തൊപ്പിയും വെച്ചോണ്ട്
ദൂതനപ്പിള്ളാടാ തൊപ്പി. പണ്ടൊരു വല്യപ്പൻ മാത കഴിഞ്ഞിരിക്കുക. വല്യപ്പൻ മകൻ ഗൾഫിലാ, മരുമകളും അപ്പനും 2 പൊടിപ്പിള്ളാരും ഉള്ളു. അപ്പൊ അപ്പൻ തിണ്ണേര് സന്ധ്യ മയക്കത്ത് തിണ്ണേരുന്നേ ചോദിക്കുക, സൂസമ്മോ ആരാടി അങ്ങോട്ട് പോയത്? അവൻ മരുമകളെ പറഞ്ഞു, ആരുമില്ല അപ്പച്ച. ആര് പറഞ്ഞു? ഇപ്പൊ ഒരാൾ അങ്ങോട്ട് പോയില്ലോടി? ഇല്ലപ്പച്ച, ആരും പോയില്ലപ്പച്ച. ഞാൻ കണ്ടതാണെന്നല്ലോടി ഇതിലെ അങ്ങോട്ട് ഓടിപ്പോകുന്നത്. ഇല്ലപ്പച്ച. അപ്പം കണ്ടു. അപ്പൊ അപ്പം പറഞ്ഞു, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ, ഇപ്പൊ അങ്ങോട്ട് ഓടി. അതാണോ അപ്പച്ച? അത് പട്ടിയാ അപ്പച്ച. ഉടനെ അപ്പച്ചൻ, പട്ടിയാന്നോടി ഈ കൈയുള്ള ബനിയൻ ഇട്ടോണ്ട് ഓടുന്നേ? മനസ്സിലായോ? അപ്പം കണ്ട് കൈയുള്ള ബനിയൻ ഇട്ടോണ്ട് എടുത്താൽ അങ്ങോട്ട്. ആണാ ദൂതന്മാരെ ഇറക്കണം. നോക്കിയപ്പോ ഒരു വണ്ടി ദൂതന്മാര് തൊപ്പിയൊക്കെ വെച്ച്. അത് അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. എന്നാൽ യേശു എവിടെ ചെന്നാലും ആള് കൂടും. അപ്പൊ കലവറക്കാര് ക്ഷണത്തിലൊരു കമ്മിറ്റി കൂടി വെച്ച് പറഞ്ഞു, പോംവഴിയുണ്ട്. എന്നാ പോംവഴി തന്നെ? ഒറ്റ പോംവഴിയുള്ളു. അമ്മ വന്നിട്ടുണ്ട് തലേന്നേ. ഉണ്ട്. അമ്മയോട് എന്ന് പറഞ്ഞാൽ മതി, കാര്യം നടക്കുമെന്ന് പറഞ്ഞു. അപ്പൊ കലവറക്കാര് കമ്മിറ്റി കൂടി കീവറിച്ചാനോട് പറഞ്ഞു, കീവറിച്ച അമ്മയോട് എന്ന് പറയണം, വീഞ്ഞ് തീർന്ന്. അമ്മ മോൻ്റെ അടുക്ക ചെല്ലും. അവൻ കമ്മിറ്റിക്കാരെല്ലാം കൂടെ അമ്മയോട് പറഞ്ഞു, കൊച്ചമ്മേ, മറിയാമ്മ, കൊച്ചമ്മേ, വീഞ്ഞ് തീർന്നു. മിക്കവാറും നമുക്കെല്ലാം നാണൊക്കെ ഉണ്ടാകും. ഇപ്പൊ ഫേസ്ബുക്കും വാട്സപ്പും ആയതുകൊണ്ട് അന്നേരം ഫോട്ടോ ക്ലീൻ എടുത്തടിച്ച് 2 അടി ഒരു തോണ്ട് കല്ലുമ്പോൾ നേരെ അപ്പറേ എതിർകക്ഷിയുടെ അവിടെ അവനുടനെ ലൈക്ക് ചെയ്തേക്കാൻ. വേൾഡ് മൊത്തം അറിയാം നമ്മുടെ വീട്ടിൽ വീഞ്ഞില്ലെന്ന്. അപ്പൊ അതുകൊണ്ടൊരു കാര്യം ചെയ്യേ, കൊച്ചമ്മ, മോൻ വന്നിട്ടുണ്ടല്ലോ. ഉണ്ട്. ഒന്ന് ഇടയ്ക്ക് നിൽക്കണേ. ഉടനെ അമ്മ പറഞ്ഞു, ഞാൻ ഇന്ന് വരെ അങ്ങനെ ഇടയ്ക്ക് നിന്നിട്ടില്ല. പിന്നെ നമ്മുടെ വീടും നിങ്ങളെല്ലാം കൂടെ നിർബന്ധിയ പറഞ്ഞത് കൊണ്ട് ഞാനൊന്ന് ഇടയ്ക്ക് നിൽക്കാം. അങ്ങനെ അമ്മ വന്ന് ഇടയ്ക്ക് നിന്ന് വെച്ച് പറഞ്ഞു, മോനോട് പറഞ്ഞു, വീഞ്ഞു തീർന്നു. ഉടനെ മകൻ, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്താ എന്ന് പറഞ്ഞ ബന്ധമില്ലെന്നല്ല. നീ എൻ്റെ അമ്മയാ, ഞാൻ നിന്റെ മകനാ. നീ എന്നെ വേദനയോടെ പ്രസവിച്ചതാ, ഞാൻ നിന്റെ ഉദരത്തിൽ നിന്നാ പുറത്തു വന്നത്. നീ എന്നെ ഉദരത്തിൽ വഹിച്ചവളാ, ഞാൻ നിന്റെ ഉദരത്തിലാണ് പുറത്തേക്ക് വരുന്നത് വരെ കിടന്നത്. നീ കന്യകയായിരുന്നു, ഞാൻ ഉദരത്തിൽ വരുന്നതിന് മുൻപ് വരെ ഞാൻ കന്യാസൂനുമായിട്ടാണ് ഇവിടെ ജനിച്ചത്. നീ മാന്യായ ഒരു വനിതയായിരുന്നു, ഞാൻ നിന്റെ മകനായിട്ട് ഈ ഭൂമിയിൽ അവതരിച്ചു. സ്ത്രീയുടെ സന്തതി അങ്ങനെ തന്നെ എന്നെ അറിയുന്നതും അതൊക്കെ സത്യമാ. നീ മാന്യമായ വനിതയാ, നല്ല സ്ത്രീയാ, നല്ല അമ്മയാ, ബഹുമാനിക്കപ്പെട്ടവളാ, ഭാഗ്യവതിയാ, ആദരിക്കപ്പെട്ടവളാ, യോഗിയാ, എല്ലാം കൊണ്ടും നീ നല്ലതാ. നീ എൻ്റെ അമ്മയാ, ഞാൻ നിന്റെ മകനാ. പക്ഷേ സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്താ എന്ന് ചോദിക്കാൻ കാര്യം ഞാൻ അങ്ങ് പറയാം. അർത്ഥം ഇത്രയേ ഉള്ളൂ. ആവശ്യക്കാരി വീട്ടുകാരാ, നീ എന്തിനാ ഇതിനിടയ്ക്ക് വന്ന് നിൽക്കുന്നേ? ആവശ്യക്കാര് വീട്ടുകാരല്ലേ? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. ദൈവത്തിന് മഹത്വം. എന്റെ നാഴിക ഇതുവരെ എന്ന് പറഞ്ഞാൽ യേശു മുഹൂർത്തം നോക്കിയെന്നല്ലതിൻ്റെ അർത്ഥം. പണ്ടൊരാൾ പറഞ്ഞു, എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. സമദായസ്ഥൻ പറഞ്ഞു, യേശു മുഹൂർത്തം നോക്കിയ ആ കാര്യങ്ങളെല്ലാം. അത് മുഹൂർത്തം നോക്കുകയോ ലക്ഷണം നോക്കുകയോ ഒന്നും ചെയ്തതല്ല. എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ലെന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ആശയം, ആവശ്യക്കാർ ആവശ്യബോധത്തോടെ അവിടുത്തെ അടുക്കൽ വരുന്നതാണ് അവിടുത്തെ നാഴിക. ഇന്ന് രാത്രി ആവശ്യബോധത്തോടെ ആര് അത്ഭുതമന്ത്രിയാകുന്ന യേശുവിന്റെ അടുക്ക വരുന്നെങ്കിൽ ഇന്ന് രാത്രി അവിടുത്തെ നാഴിക വന്നിരിക്കുക. എന്തിനാ നീ ഇതിനിടയ്ക്ക് നിൽക്കുന്നേ? ഞാൻ പറയാനുണ്ട്, ഈ അമ്മ നല്ല അറിവുള്ള, മാനിക്കപ്പെട്ട, മാന്യയായ, അന്തസ്സുള്ള നല്ല അമ്മയാ. എൻ്റെ ഭാഷ പറഞ്ഞ വിവരമുള്ള അമ്മയാ. അല്ല ചുമ്മാ അമ്മ കളിച്ച് നടക്കുകയല്ല, ബോധവും വെള്ളിയാഴ്ചയില്ലാതെ. സ്തോത്രം. സാരിയും ചുറ്റി അമ്മ കളിച്ച് നടക്കുകയല്ല, നല്ല വിവരമുള്ള അമ്മയാ. അമ്മയ്ക്ക് മനസ്സിലായി ഇടയ്ക്ക് നിന്ന പരിപാടി വിജയിക്കത്തില്ല. പിള്ളേരുടെ ഭാഷ പറഞ്ഞ അമ്മ ന്യൂട്രലിഞ്ഞു വലിഞ്ഞേച്ച് പറഞ്ഞ്, കിവറിച്ച ഇടയ്ക്ക് നിന്നാ ഇവിടേക്ക് കയലെന്ന് പറഞ്ഞു. ഞാനും നിൽക്കണ്ട, കീവറിച്ച് നിൽക്കണ്ട, അന്തോനീസിനോട് പറഞ്ഞാണ് ഇടയ്ക്ക് നിൽക്കണ്ട.
അവൻ എന്തേലും കൽപ്പിച്ചാൽ അത് ചെയ്യും. ആദ്യത്തെ അത്ഭുത മന്ത്രി ചെയ്തതാ. അവൻ എന്തേലും കൽപ്പിച്ചാൽ അത് ചെയ്യുവി. അങ്ങനെ അവിടുന്ന് പറഞ്ഞത് ആ കൽപ്പാത്രത്തിൽ വെള്ളം കോരി വക്കോളം നിറയ്ക്കാൻ ആ ഭാഗമൊക്കെ നിങ്ങൾക്കറിയാം. ഞാൻ പറയാറുണ്ട്, ഈ അമ്മ എന്താ ഇടയ്ക്ക് നിന്ന് മാറിയത്? കാരണം അമ്മയ്ക്കറിയാം അവൻ ആരാണെന്ന്. അമ്മയ്ക്കറിയാം, അത് അറിവുള്ള അമ്മയാ. അമ്മയ്ക്കറിയാം ഞാൻ ആ പ്രസവിച്ചതെങ്കിലും അവിടുന്ന് ആരാന്ന് ചോദിച്ചാൽ അവിടുന്ന് അത്ഭുത മന്ത്രിയാ, അവിടുന്ന് അതിശയത്തിന്റെ മന്ത്രിയാ. അമ്മയ്ക്ക് നല്ലതുപോലെ അറിയാ അവൻ ആരാണെന്ന്. അതിന് കാരണം എന്നാന്ന് ഞാൻ പറയാ. 2 വാക്യം ഒന്ന് വായിക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഗ്രഹിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 19-ാം വാക്യവും 1-ാം അധ്യായത്തിന്റെ 51-ാം വാക്യവും ഒന്ന് വായിച്ചേ. കർത്താവിന് മഹത്വം. ഒന്ന് വായിച്ചേ. ദൂതൻ അവനെ നോക്കി, സഖറിയാവേ ഭയപ്പെടാതെ. സോറി, 2-ന്റെ 19 2-ന്റെ 51. ഞാൻ ഒന്നാണോ പറഞ്ഞേ? 2-ന്റെ 19 2-ന്റെ 51. മറിയാളെ அந்த സംഗതികളെയെല്ലാം മറിയാളോ அந்த സംഗതികളെയെല്ലാം തൻ ഹൃദയത്തിലെ வைத்து ചിന്തனை பண்ணினாள். മലയാളത്തിൽ വായിച്ചേ. മറിയ ഈ വാർത്തയൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഇനി 51-ാം വാക്യം കൊണ്ട് വായിച്ചു. ഇതിനോട് ചേർത്ത് 51. പിന്നെ അവൻ അവരോട് കൂടെ ഇറങ്ങി നസറത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവന്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഞാൻ ഓടിച്ചങ്ങ് നിർത്താം. ഈ 2 വാക്യത്തിലും കിടക്കുന്ന പദം മറിയ ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഏത് കാര്യങ്ങൾ? അവിടുന്ന് ആരാണെന്നുള്ള കാര്യമല്ല, അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഏത് കാര്യങ്ങൾ? അത് അടുക്കടുക്കായിട്ട് പറയാൻ ഒത്തിരി ഉണ്ട്. കമ്പിവാചകം പോലെ നിശ്ചയിക്കപ്പെട്ട സമയത്ത് യോഗം നിർത്തണമല്ലോ. അവിടുന്ന് ആരാന്നുള്ള കാര്യം അമ്മയ്ക്കറിയാം. ഒന്ന് ഹൃദയത്തിൽ സംഗ്രഹിച്ചത് 6-ാം മാസത്തിൽ ഗബ്രിയേൽ മാലാഖ നസറേത്ത് വന്ന് അമ്മയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. ഞാൻ വിവരിക്കുന്നില്ല. വന്ദനം കേട്ട മറിയ ആശ്ചര്യപ്പെട്ടപ്പോൾ ദൂതൻ പറഞ്ഞ് പേടിക്കണ്ട, ഞാൻ ഗബ്രിയേലാ, നീ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പോകയാ. പേടിച്ചെങ്കിലും മറിയ മറുചോദ്യം ചോദിച്ചു, പുരുഷനെ അറിയാകിയാൽ ഇതെങ്ങനെ സംഭവിക്കും? ദൂതന്റെ മറുപടി, മറിയം, ഇത് പുരുഷന്റെ ഇഷ്ടത്താലും മനുഷ്യന്റെ ഇഷ്ടത്താലുമല്ല, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നെടലിടും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഈ 2 ശക്തികൾ നിന്റെ ഉദരത്തിൽ സമ്മേളിക്കുമ്പോൾ ഒരു പുരുഷ പ്രജ നിന്റെ ഉദരത്തിൽ ഉരുവാകും. മത്തായി എഴുതിയിരിക്കുന്നത് ആ ഉരുവാകുന്ന പുരുഷപ്രതയുടെ 1-ാമത്തെ വിശേഷത, അവിടുന്ന് മാനവജനതയെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവൻ യേശുവെന്ന് പേരിടണം. ഈ കാര്യം മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. മറിയത്തിനറിയാ ഈ ഇരിക്കുന്നവൻ ആരാണെന്ന് ചോദിച്ചാൽ മാനവജനതയെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ യേശു ക്രിസ്തു മാത്രമാണ്. പാപത്തിന് മോചനം തരുന്നവൻ യേശു ക്രിസ്തു മാത്രമാണ് രക്ഷിതാവ്. മറ്റൊരുത്തനിലും രക്ഷയില്ല. ഇന്ന് രാത്രി ഈ കാര്യം ഹൃദയത്തിൽ സംഗ്രഹിച്ച് പോകുന്നവർക്കും അംഗീകരിക്കുന്നവർക്ക് ഇന്ന് രാത്രി രക്ഷയാ. ഹല്ലേലൂയ. ഞാൻ ദീർഘമാക്കുന്നില്ല, സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ടാണ്. കർത്താവിന് മഹത്വം. അപ്പോൾ അവൻ പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നവനാ. ഹൃദയത്തെ സംഗ്രഹിച്ചു. ദൂരം പറഞ്ഞതുപോലെ മറിയം ഗർഭവതിയായി. പ്രസവകാലം തികഞ്ഞു. കാലം തികഞ്ഞപ്പോൾ കൃത്യത്തിന് മറിയം ക്രിസ്തുവിനെ പ്രസവിച്ചു. ആ കൃത്യത്തിന് കാലസമ്പൂർണതയിൽ പ്രസവകാലം തികഞ്ഞു. ഇങ്ങനെയുള്ള പദം എന്ന് പറഞ്ഞ കണക്ക് തെറ്റി ജനിച്ചയാളല്ല ക്രിസ്തു. കൃത്യത്തിനായിരുന്നു ക്രിസ്തുവിന്റെ തിരുപ്പിറവി. ഞാനും നിങ്ങളും എല്ലാം കണക്ക് തെറ്റി വന്നതാ. നമ്മുടെ ആ മോന്തയും നോട്ടോ ഇരിപ്പൊക്കെ കാണുമ്പോൾ അറിയാം, ഇതൊന്നും കണക്കിനും കാര്യത്തിനും ഒന്നും വന്നതേ. പിന്നെ കുളിപ്പിച്ച തള്ള ഒരുമാതിരി ചൊവ്വുള്ളത് കൊണ്ടാ മൂക്കിന് 2 തുളയെങ്കിലും അവർ പിടിച്ച് തിരുമ്മി പിന്നെ കാലുമെല്ലാം വളഞ്ഞിരുന്നത്. അവര് പിന്നെ എണ്ണയെല്ലാം ഇട്ട് തൂത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ഉലുത്തി ഇപ്പം ഏതാണ്ട് ഒരു പരുവത്തിനൊക്കെ വന്നിരിക്കുക. എന്നിട്ടും കണ്ണാടി നോക്കിയാൽ ചരിശം കയറിയ യോഗത്തിന് വന്ന് കണക്ക് തെറ്റി വന്നതാണ്. എന്നാൽ ക്രിസ്തു കൃത്യത്തിനായിരുന്നു തിരുപ്പിറവി. പ്രസവകാലം തികഞ്ഞു, പ്രസവവേദന വന്നു, ആദ്യജാതനെ പ്രസവിച്ചു.
ആ പ്രസവിച്ച് എങ്ങ് ഇടം കിട്ടിയില്ല കുട്ടിയെ ഒന്ന് കിടത്താൻ. വടിയമ്പലത്തിലും സ്ഥലം കിട്ടിയില്ല. ഒടുവിൽ കിട്ടിയത് പശുത്തൊട്ടിയില്ല. ആ പശുക്കൂട്ടി കൊണ്ടുവന്ന്, കന്നുകാലി കൂട്ടി കൊണ്ടുവന്ന് ശീലക ചുറ്റി ക്രിസ്തുവിനെ കിടത്തി. അന്നേരം ആട്ടിടയന്മാർക്ക് പ്രത്യക്ഷത. ആട്ടിടയന്മാർ പെട്ടെന്നൊരു ഒരു മിന്നലുമൊക്കെ ഉണ്ടായി. ഒരൊറ്റ മിന്നലിന് ഇടയന്മാർ ചാടി എഴുന്നേറ്റ്. ഒറ്റ മിന്നലിന് എഴുന്നേറ്റ്. ഒരു മിന്നല്. വെളിം പ്രദേശത്ത് ആടിനെ തീറ്റി വിശ്രമിച്ചവർക്ക് ഒരു മിന്നൽ വന്നപ്പോൾ യുവത്വങ്ങളെല്ലാം കൂടെ ചാടി എഴുന്നേറ്റ് ഒരു പാട്ട്, ഗാനാലാപം ദൂതന്മാരുടെ അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ഈ പാട്ടും ഈ കൊട്ടും കേട്ടപ്പോൾ തന്നെ ആട്ടിടയന്മാർ വടിയുമെടുത്ത് അവർ പോയി യേശുവിനെ കാണാൻ പോയി. വന്നപ്പോൾ ഇങ്ങനെ പശുത്തൊട്ടിയിൽ അമ്മ അടുത്ത് കിടക്കുക, അമ്മയും മോനും അടുത്തടുത്ത് കിടക്കുക. ആ അമ്മ ഇങ്ങനെ കിടക്കുന്നു, മോനെ അടുത്ത് കിടക്കുന്നു. സ്തോത്രം. ആട്ടിടയന്മാർ വന്ന് അമ്മയും മോനും കൂടെ കണ്ട് സ്തോത്രം എന്നിട്ട് ഈ അമ്മയോട് കാര്യമൊക്കെ പറഞ്ഞു. പിന്നെ ഈ കിടക്കുന്ന കൊച്ചേ സാധാരണ കൊച്ചല്ല. ഞങ്ങൾക്ക് ദൂതന്മാര് പ്രത്യക്ഷപ്പെട്ട് സ്വർഗീയ സൈന്യം ഒരു ഗാനം ആലോപിച്ചപ്പോൾ ആ ഗാനത്തിൽ ഒരു പദം പറഞ്ഞു, ഇങ്ങനെ ഈ കിടക്കുന്ന കൊച്ച് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷമാണ്. ഈ കാര്യവും മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഒന്ന്, അവൻ പാപത്തെ മോചിക്കുന്നവനാ, അത് സംഗ്രഹിച്ചു. രണ്ട്, ഇവൻ സന്തോഷത്തിന്റെ നിറസാന്നിധ്യവും നിറകുടമാണ്, അതും അമ്മ ഹൃദയത്തിൽ. പിന്നെ 3 വിദ്വാൻമാര് കിഴക്കിൽ നിന്ന് വന്നെന്നാ. 3 കൂടുതലുണ്ടെന്നാ ശാസ്ത്രിമാർ. അവർക്ക് പിന്നെ മിന്നലൊന്നും കൊടുത്താൽ ഏക്കുകയല്ല. മറ്റവർക്ക് ആട്ടിടയന്മാർക്ക് മിന്നൽ കൊടുത്താൽ ഒറ്റ മിന്നൽ അതുങ്ങൾ വന്ന് യേശുവിനെ കണ്ടേച്ച് പോയി. മറ്റവന്മാർക്ക് മിന്നലോ ഇടി വെട്ടിയാൽ പോലും ഏക്കുകയല്ല. കാരണം പേര് തന്നെ മലയാളത്തിൽ വിദ്വാൻമാരെന്ന. മലയാളത്തിൽ വലിയ വിദ്വാന്മാരാ. സഭയ്ക്കകത്തൊക്കെ വിദ്വാന്മാരുണ്ട്. ചെറിയ പ്രസംഗമൊന്നും പ്രസംഗിച്ച ഇവന്മാർ സ്വോത്രം പറയുകയല്ല. വിദ്വാൻ. ലോക്കൽ ഉപദേശി എത്ര ചങ്ക് കീറി പ്രസംഗിച്ചാൽ ഇവൻ വിദ്വാൻ. അതേസമയം എവിടെ നേരും ഒരുത്തം വന്ന് നിന്നെയും കൊല്ലും ഞാനും ചാവും എന്ന് പറഞ്ഞു നിന്ന ഇവനിൽ നടക്കും. അവൻ വിദ്വാനാ. വിദ്വാൻ. അതെ, ആട്ടിടയർക്ക് ഒറ്റ മിന്നൽ ഉണ്ടായപ്പം വന്ന് യേശുവിനെ കണ്ടു. മറ്റവന്മാര് വിദ്വാന്മാർക്ക് മിന്നൽ കൊടുത്ത അവന്മാര് കയറി ഓടക്കം. മിന്നലോ എന്തുവാ മിന്നലിന്റെ ഗ്രീക്ക്? ഞങ്ങൾ കഴിഞ്ഞ 68 വർഷമായിട്ട് ഈ മാർഗത്തിൽ നിൽക്കുകയാണ്. ഞങ്ങൾ ഇന്ന് വരെ ഒരു മിന്നലും കണ്ടിട്ടില്ല. എന്തുവാ ഈ മിന്നലിന്റെ മൂലഭാഷ? ഇവനത് തപ്പിയിരിക്കുക. തമ്പുരാൻ ഇവനെ ആവശ്യമാ. അതുകൊണ്ട് അവന്മാർക്ക് മിന്നലോ കൊളുത്തൊന്നും കൊടുത്താൽ ഏക്കല. അതിന് നക്ഷത്രം കാണിച്ചു. വാനശാസ്ത്ര വിഷയത്തിലൊക്കെ അഗാധ പാണ്ഡിത്യമാണ് വിദ്വാന്മാർ. നക്ഷത്രം കണ്ടപ്പോൾ അത്യന്തം സന്തോഷിച്ചു. നക്ഷത്രം കണ്ടോണ്ട് പോയി ചെന്ന് കയറിയത് ഹെരോദാവിന്റെ പാലസിൽ. കണ്ടോ ഗതികേട്? കണ്ടോ? മിന്നലുണ്ടായവൻ നേരെ പശുത്തൊഴുത്തി വന്ന് യേശുവിനെ കണ്ടു. ഏകം തെറ്റിയില്ല, പെട്ടെന്ന് കാണുകയും ചെയ്തു. കൂടുതൽ പഠിച്ച് വാനശാസ്ത്ര നിരീക്ഷണമെല്ലാം പഠിച്ച് സൂര്യന്റെ അകത്ത് എന്തൊക്കെയുണ്ട്, സൂര്യനിൽ നിന്ന് ചന്ദ്രനോട്ട് എത്ര ദൈർഘ്യം, ഇതെല്ലാം പഠിച്ച് നേരെ പാലസിൽ ചെന്ന് കയറി. കണ്ടോ റൂട്ട് തെറ്റുന്ന? കണ്ടോ? അവിടെ ചെന്നപ്പോ ഹെരോദ, എൻ്റെ ചിന്തയാ, ബെല്ലടിച്ചല്ലേ കോളിമ്മല്ല. അന്ന് കോളിമ്മല് കാണുകയില്ലെങ്കിൽ ഞാനങ്ങ് പറയാം. ഹെരോദ ഉടനെ വന്ന ഉടനെ പറഞ്ഞു, തിരുമേനി രാജാവായി പറന്നവൻ എവിടെ? അയാൾ അകവാള് വിട്ടുപോയി, ഞാൻ അറിയാതോ? കണ്ടോ? അവിടെ കുടുംബകലഹവും കൂടെ പ്രശ്നം ഉണ്ടാകുന്ന കണ്ടോ? എത്രയോ നാൾ കഴിഞ്ഞാ പിന്നെ വന്ന് കണ്ടത്. ബുദ്ധിയുടെ മണ്ഡലത്തിൽ യാത്ര ചെയ്താൽ നീ പെട്ടെന്ന് വന്ന് കാണത്തുമില്ല, റൂട്ട് തെറ്റുകയും ചെയ്യും, നീ എല്ലുന്നിടത്തെല്ലാം നാശമൊക്കെ ഉണ്ടാകുകയും ചെയ്യും. പക്ഷേ ആത്മാവിലൊരു ദർശനം കണ്ടു വന്നവർ സൂക്ഷിച്ച യേശുവിനെ കണ്ടു. എന്നാലും അവരും പിന്നെ കുറെ നാൾ കഴിഞ്ഞ് വന്ന് കണ്ടു.
അമ്മയും കുഞ്ഞിനെയും കണ്ടച്ച് 3 കൂട്ടം സാധനം കൊണ്ടാ അവന് കാഴ്ച വെച്ചു. പൊന്നെ മൂരെ കുന്തിരിക്കും. അവനെ നമസ്കരിച്ചെന്ന വന്ന് പകർന്നിന്നൂക്കൽ പറ്റിയോടെ പൊന്നെ മൂരെ കുന്തിരിക്കം കാഴ്ച വെച്ചു. വന്നു പകർന്നിന്നൂക്കൽ പറ്റിയോടെ പൊന്നെ മൂരെ കുന്തിരിക്കം കാഴ്ച വെച്ചു. ഉന്നതാധികാരമുള്ള മന്നവൻ നീ എന്നു ധന്യർ സന്നമിച്ചു കോക്ഷിക്കും നീതാ നിശങ്കമായി സിയോൻ മണവാളനെ ശ്രീ നരപതിയെ സിയോൻ മണവാളനെ നാശപാത്രമായ ലോകം ആകെയുത്തരിപ്പൻ കന്യകയിൽ ജാതനായി വന്ന ശ്രീ നരപതിയെ സിയോൻ മണവാളനെ ശ്രീ നരപതിയെ സിയോൻ മണവാളനെ. അവിടെ യാത്രികന്മാര് വന്ന് പറഞ്ഞ കാര്യവും മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. 6-ാം മാസത്തിൽ ദൂതൻ വന്ന് പറഞ്ഞ കാര്യവും മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. വിദ്വാൻമാര് കൊണ്ട് കാഴ്ചവെച്ച് അവനെ നമസ്കരിച്ചു എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് മനസ്സിലായി ഇവൻ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. അമ്മയ്ക്കറിയാം ഞാനും ആരാധനയ്ക്ക് യോഗ്യയല്ല, വിദ്വാൻമാരും യോഗ്യരല്ല, ഹെരോദാവും യോഗ്യനല്ല, അവൻ അപ്പനെന്ന് പറയുന്ന യോസേഫും ആരാധനയ്ക്ക് യോഗ്യനല്ല, ഒരുത്തരും ആരാധനയ്ക്ക് യോഗ്യനല്ല. ആരാധനയ്ക്ക് യോഗ്യൻ യേശു ക്രിസ്തു മാത്രം. എന്നാ കൊച്ചിനെ വണങ്ങിച്ച് അമ്മ കിടക്ക, അമ്മയ്ക്ക് ഒരു വണക്കായിരിക്കട്ടെ അമ്മ. അത് നടന്നുമില്ല. അങ്ങനെ വണങ്ങിയ അമ്മ അത് അംഗീകരിക്കത്തില്ല. അമ്മ പറയും വേണ്ട വേണ്ട വേണ്ട, അവനാണ് ആരാധനയ്ക്ക് യോഗ്യൻ. ഈ കാര്യവും മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഞാനങ്ങ് നിർത്താം, ബാക്കി നാളെ പറയാം. മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് ആ 2 കുറുപ്രാവുമായിട്ട് യൗസേപ്പ് പിതാവും അമ്മ മറിയവും കൂടെ യേശു ക്രിസ്തുവിനെ കൈകളിലേന്തി ദൈവാലയത്തിലോട്ട് വരിക, യെരുശലേം പള്ളിയിലോട്ട്. അങ്ങനെ പള്ളിയിലോട്ട് പോകുന്ന സമയത്ത് വേറൊരു വ്യക്തിയുണ്ട്, ശിമിയോൻ. പെട്ടെന്ന് ശിമിയോന് ദൈവാത്മാവിന്റെ നിയോഗമുണ്ടായി. ശിമിയോൻ ആത്മനിയോഗത്തിൽ ദൈവാലയത്തിൽ വന്നു. പണ്ട് പുള്ളിയോടൊരു പ്രവചനം ഉണ്ടായിരുന്നു, വിവരിക്കാൻ നേരമില്ല. ആ പ്രവചനത്തിന്റെ നിവൃത്തിയിൽ ശിമിയോൻ വന്നു. ശിമിയോൻ വന്ന് കണ്ടപ്പം അവിടെ പുരോഹിതന്മാരെല്ലാം നിന്ന് കണ്ടിക്കുക, കാളയെ കണ്ടിക്കുക. ഈ പണ്ട് ഇപ്പൊ ഈ ബിസിനസ് ആണല്ലോ. പഴയ നിയമം ശരിക്ക് പഠിച്ചാൽ യാഗാർപ്പകനായിരുന്നു കാളയെ കണ്ടിക്കേണ്ടത്. യാഗാർപ്പകൻ അങ്ങനെ ആയിരിക്കുന്നത്, യാഗാർപ്പകൻ. അപ്പം ചാക്കോച്ചൻ പാപം ചെയ്താൽ പാപത്തിന്റെ കനമനുസരിച്ചും ചാക്കോച്ചന്റെ കഴിവനുസരിച്ച് ആടോ കാളയോ കൊണ്ടുവരിക യാഗം കഴിക്കാൻ. അപ്പൊ ചാക്കോ കാളയുമായിട്ട് വന്ന് ചാക്കോ തന്നെ വേണം കണ്ടിക്കാൻ. ചാക്കോ തന്നെ വേണം കണ്ടിച്ച് തോലി ഉരിഞ്ഞ് കളയേണ്ടതെല്ലാം കളഞ്ഞ് കണ്ണമായി നുറുക്കി. അപ്പൊ കാളയോ ആടോ കിടന്ന് പിടയ്ക്കും. അതൊന്നും പറഞ്ഞാൽ കേൾക്കുകയില്ല. കണ്ടിക്കണം, പാവം പരിഹരിക്കണ്ടേ. കണ്ടിക്കണം, ചോര ദേഹത്ത് വീഴും, ആള് പരുവക്കേടാകും, കണ്ടിച്ചാൽ ഓടാനൊക്കത്തില്ല. അതിനെ കണ്ണമായി നുറുക്കി അത് പുരോഹിതൻ അത് യാഗം കഴിക്കുമ്പോൾ 2 മണിക്കൂറായി ഇത് ദഹിച്ച് തീരാൻ. അതുവരെ ചാക്കോ എൻ്റെ പാവം ക്ഷമിക്കണേന്നും പറഞ്ഞ് അവിടെ നിൽക്കുക. യാഗാർപ്പകൻ. അപ്പൊ അങ്ങനെ ചെയ്താനുള്ള ഗുണം എന്നാന്ന് ചോദിച്ചാൽ അടുത്ത ദിവസം ചാക്കോ പാപം ചെയ്യാൻ മുതിരുകയല്ല. ചാക്കോ പറയും, കഴിഞ്ഞ ആഴ്ച ഒരു പാപം ചെയ്തതിൻ്റെ കാളയെ പിടിച്ച് കാളെ അവസാനം എൻ്റെ നാവിക്കിട്ട് ഒരു ചോര എൻ്റെ ഡ്രസ്സ് വീണ്, ഞാൻ അതുകൊണ്ട് ഞാനിനി ഇപ്പോൾ ഉടനെ ഒന്നും ഒരു പാപം ഒരു 3 കൊല്ലം കഴിയട്ടെ. 3 കൊല്ലം അല്ല ചിന്ത. എന്നാൽ കുറെ കാലം കഴിഞ്ഞപ്പോൾ യാഗാർപ്പകൻ യാഗം കഴിക്കുന്നില്ല, കാളെ കൊണ്ട് പുരോഹിതന് കൊടുക്കും. ഇപ്പൊ പുരോഹിതൻ പറയും ആട്ടെ ഉപയോഗിച്ച് അങ്ങോട്ട് മാറി ഞാൻ കണ്ടിക്കാം. ഇവരാ പിന്നെ പരിപാടി. അത് പിന്നീട് ബിസിനസ്സായി. പണ്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവരണം കാള, പിന്നെ ബിസിനസ് ആയപ്പം വീട്ടിൽ നിന്ന് കൊണ്ടുവരത്തില്ല, പള്ളിക്കടുത്ത് തന്നെ കാള കച്ചവടം ഉണ്ട്. അപ്പം പറയും ഒരു കാള.
അവൻ കച്ചവടം നടന്നു. ബേച്ചാനൊരു കാളവും അവൻ കണ്ടിക്കുന്ന മുടുത്ത കാളെ കൊടുക്കാൻ ബേബി നന്നായിട്ട് പാവം ചെയ്യുന്ന ആളാ, കാശുമുണ്ട്. അപ്പൊ കാളെ അങ്ങോട്ട് കൊടുത്തേച്ച് കാളയായിട്ട് ഇങ്ങോട്ട് വന്നിച്ച് പറയുന്ന ബേച്ചൻ വെള്ളിലോട്ട് പൊക്കം ഇവിടെ നടത്തിക്കോളും. ആ കാളെ ആകെ വന്ന് കിടച്ച കാളെ കൊണ്ട് നിപ്പറ പിന്നെയും കെട്ടു. അന്നേരം തങ്കച്ചൻ വന്നു. ഈ കാള തന്നെ ആ തങ്കനും പോകുന്നത്. അപ്പൊ ഇത് ബിസിനസ്സായി. തന്നെയല്ല, വരുന്നവൻ അനുതാപവും ഇല്ല. ദൈവത്തിന്റെ ഹനനയാഗം തകർന്നിരിക്കുന്ന മനസ്സാണ്. ഇപ്പൊ തകർച്ചയില്ല, അനുതാപമില്ല. അതുകൊണ്ടാ തമ്പുരാൻ പറഞ്ഞേ, നിങ്ങളുടെ ഹോമയാഗമൊക്കെ മതി നിർത്ത്, എനിക്ക് തൃപ്തിയായി, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പൊ ഇങ്ങനെ ദൈവാനുഗ്രഹത്തിൽ പുരോഹിതന്മാരിങ്ങനെ നിന്ന് യാഗം കഴിക്കുക. അപ്പോൾ ആ യേശു കുഞ്ഞിനെ എടുത്തോണ്ട് അപ്പൻ ഔസേപ്പും അമ്മ മറിയമ്മും കൂടെ ദൈവാലയത്തിലോട്ട് വന്നു. ഒരൊറ്റ പുരോഹിതന്മാർ പോലും ഗൗനിക്കുന്നില്ല. കാരണം കുറുപ്രാവിനെയാ, പുരോഹിതനൊന്നും കിട്ടാനില്ല. പക്ഷെ അവറാച്ചൻ കാളയായിട്ട് വന്നാൽ അതിന്റെ കുറക് കിട്ടും പുരോഹിതന്. അതുകൊണ്ട് മുഴുവൻ പുരോഹിതൻ അവറാച്ചൻ എപ്പം വരുന്നു, അവറാച്ചന്റെ വണ്ടി തങ്കച്ചൻ സൈക്കിളെ തങ്കം സൈക്കിളെ ഒരൊറ്റ പുരോഹിതന്മാര് പോലും ആ മനസ്സോത്ത് ഇത് ഗവനിക്കുന്നില്ല. എന്നാൽ ആത്മനിയോഗത്തോടെ ശിമിയോൻ ആ പുരോഹിതന്മാരെ കാളയൊന്നുമല്ല ദർശിച്ചത്. അവൻ പള്ളി വന്ന ഉടനെ യേശു കുഞ്ഞിനെ കണ്ടു. ഓടി വന്ന കൊച്ചിനെ കൈകളിലെടുത്തിട്ട് പറഞ്ഞു, ഇപ്പോൾ നാദാ തിരുവചനം പോലെ നീ അടിയന് സമാധാനത്തോടെ വിട്ട്. അവിടെ ഒരു പദമുണ്ട്, ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവും മഹത്വവുമായി നീ ഒരുക്കിയിരിക്കുന്ന വൈര്. സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടു. അപ്പോൾ ആ ശിമയോൻ പറഞ്ഞ കാര്യവും അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഇതെല്ലാം മറിയം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഒരു കാര്യം ഇവിടെ പറഞ്ഞ ഭാഗം വേണ്ട. ഈ പുരോഹിതന്മാരോട് വിളിച്ചു പറയുന്ന ഒരു ദൂതുണ്ട്. അല്ലയോ പുരോഹിതന്മാരെ, നിങ്ങൾ ഈ കടിക്കുന്ന യാഗങ്ങളെല്ലാം നിഴല, എന്നാൽ സാക്ഷാൽ യാഗമായ ഒരുവൻ ദൈവാലയത്തിൽ വന്നിട്ടുണ്ട്. അവിടുന്നാണ് പരമയാഗം, അവിടുന്നാണ് ഏകയാഗം, അവിടുന്നാണ് സാക്ഷാൽ യാഗം. സാക്ഷാൽ യാഗമായവൻ ദൈവാലയത്തിൽ വന്നിട്ടുണ്ട്. ഒറ്റ പുരോഹിതന്മാര് പോലും കണ്ടില്ല. അന്നും അങ്ങനെ ഇന്നും അങ്ങനെ. എന്നാൽ ആത്മനിയോഗം ശിമയോ ആ ദൈവപുരുഷന്റെ ദൈവവൈതനെ കണ്ടു. വന്ന് പറഞ്ഞ കാര്യമാണ് നിന്റെ രക്ഷയാണ്. വല്യമ്മച്ചി പ്രവാചകി ഹന്ന പറഞ്ഞതൊന്നും ഇന്ന് പറയുന്നതിൽ ഒക്കുന്നെങ്കിൽ നാളെ പറയാം. സമയം അതിക്രമിച്ചല്ലോ. ദൈവത്തിന് മകത്ത്. ഒന്ന്, അവിടുന്ന് രക്ഷിതാവാ. രണ്ട്, അവിടുന്ന് പാപമോചിക്കുന്നവനാ. മൂന്ന്, അവിടുന്ന് നിത്യ സന്തോഷം തരുന്നവനാ. നാല്, അവൻ നിന്നെ രക്ഷിക്കുന്ന വല്ലഭത്വമുള്ളവനാ. ഈ കാര്യമല്ല അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതുകൊണ്ട് ആ പ്രശ്നം വന്നപ്പോൾ അമ്മ യേശുവിന്റെ അടുക്കൽ വന്നത്. ഇന്ന് രാത്രി യേശു ക്രിസ്തു ആരാണെന്ന് അറിഞ്ഞാൽ പ്രശ്നങ്ങൾ വന്നാൽ നീ നെട്ടോട്ടം ഓടത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയുമില്ല. യേശുവിന്റെ അടുക്കൽ വരും. നിന്റെ സകല പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ കഴിവുള്ളവനാണ് അത്ഭുതമന്ത്രിയാകുന്ന യേശു. അവിടുന്ന് നിന്റെ പാപം മോചിക്കും, അവിടുന്ന് നിനക്ക് സമാധാനം തരും, അവിടുന്ന് നിനക്ക് സന്തോഷം തരും, നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കും, രട്ടടിച്ച് സന്തോഷത്തെ ഉടിപ്പിക്കും, വിലാപത്തെ നൃത്തമാക്കി തീർക്ക്. ഇന്ന് രാത്രി അത്ഭുതമന്ത്രിയാകുന്ന യേശു നമ്മുടെ നടുവിലുണ്ട്. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആ കർത്താവിനായിട്ട് ഇന്ന് രാത്രി സമർപ്പിക്ക്, യേശുവിനായിട്ട് ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്ക്. നിന്നെ നിന്റെ കുടുംബത്തെ രക്ഷിക്കുവാൻ കഴിവുള്ള നസറയൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. യേശു ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. അല്പസമയങ്ങൾ എല്ലാവരും കർത്താവിന് മഹത്വം കൊടുക്കുക. എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ, ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആ കർത്താവിനായിട്ട് ഇന്ന് രാത്രി സമർപ്പിക്കാം. സ്റ്റേജിലുള്ള കർത്തദാസന്മാർ എന്നോട് കൂടെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമെങ്കിലും എഴുന്നേറ്റ് നിൽക്കുക. നമുക്ക് ഇന്ന് രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവിടുന്ന് രക്ഷിതാവാണ്, അവിടുന്ന് അത്ഭുതമന്ത്രിയാണ്, അവിടുന്ന് സന്തോഷം തരുന്നവനാ, അവിടുന്ന് സമാധാനം തരുന്നവനാ. അവിടുത്തെ പാരപടത്തിൽ ഇന്ന് രാത്രി സമർപ്പിക്കുക. അവിടുന്ന് നിന്നെ രക്ഷിക്കും, അവിടുന്ന് നിന്നെ വിടുവിക്കും. അവൻ അത്ഭുതമന്ത്രിയാണ്.
ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ.